ഞാൻ ആക്ച്വലി പഗ്ദി മലയാളിയാണ്. ഫുഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഐ ആം എ ഹ്യൂജ് ഫുഡി. അതുകൊണ്ട് ടോക്കിംഗ് അബൌട്ട് ഫുഡ് ഇസ് മൈ ഫേവറേറ്റ് തിങ് ടു ഡു. താങ്കളെ കണ്ടിട്ട് മലയാളിയാന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? മൂവീസ് ചെയ്യുമ്പോൾ എല്ലാവരും അങ്ങനെ പറയും ദാറ്റ് ഐ ഹാവ് മലയാളി ഫീച്ചേഴ്സ്. നീന സമയത്ത് എൻ്റെ അമ്മ ലാൽ സാറോട് പറഞ്ഞു ദാറ്റ് സർ, I'm sorry, but my daughter knows nothing in Malayalam. God already planned this for me because being an actor from the Malayalam industry is a nalla bhagyamana. Malayalam industry is... വെൽക്കം ബാക്ക് ടു പെർഫ്യൂമിക്സ് സോറബറ. ഇന്നത് നമ്മുടെ സ്പെഷ്യൽ അതിഥി ഒരു മൾട്ടി ടാലൻറ്റഡ് ഫിഗർ തന്നെയാണ്. ഫ്രോം എ ബ്യൂട്ടി പേഷ്യൻ, അതിനുശേഷം ആക്ടിങ് ഇൻ 5 ഡിഫറെൻറ്റ് ഇൻഡസ്ട്രീസ് ഇൻ ദ സൗത്ത്. അതിനോടൊപ്പം തന്നെ ഇപ്പം നമ്മുടെ സ്ഥലത്ത് തന്നെ ദുബായിൽ തന്നെ പല പല വേദിയിൽ ഒരു ഗ്ലാമറസ് ഡാൻസിങ് സൂപ്പർ സ്റ്റാർ തന്നെയാണ്. ഐ തിങ്ക് യു മൈ ബോൾ ഗെസ് നൺ അതർ ദാൻ ദീപ്തി സതി. അതെ അതെ, കുറേ കാര്യങ്ങളുണ്ട് അതിൻ്റെ അകത്ത് തന്നെ. അപ്പോൾ കുറേ വിശേഷങ്ങൾ ഞങ്ങൾക്ക് പങ്കുവയ്ക്കാം. ഇന്ന് എന്താ കഴിച്ചേ? ഇന്ന് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല, മാത്രം ഞാനൊരു നോർമൽ വെജ് മീൽസ് കഴിച്ചിട്ടുണ്ട് ഫോർ ലഞ്ച്. സോ ഐ എം ക്രേവിംഗ് എ ബിരിയാണി റൈറ്റ് നൗ. ഞാൻ ദീപ്തി സത്യയെ ഞാൻ ക്ഷണിച്ചപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഒന്ന് പെട്ടെന്ന് ആ സമയത്ത് തന്നെ ദീപ്തി എന്നോട് പറഞ്ഞിരുന്നു, ഐ ഹാവ് ഓൾറെഡി വാച്ച്ഡ് യുവർ വീഡിയോസ്, നമ്മൾ വീഡിയോ ഓൾറെഡി കണ്ടിട്ടുണ്ട്, ശ്രദ്ധിച്ചിട്ടുണ്ട്, ആൻഡ് ഐ എം ഇൻട്രസ്റ്റഡ്. അപ്പം ഞാൻ ശരിക്കും വാവ്, ദാറ്റ് സംതിങ് ഗുഡ്, നമ്മളോട് ഇങ്ങോട്ട് എന്തായാലും ഇൻട്രസ്റ്റഡ് ആണെന്ന് പറഞ്ഞപ്പോഴോ ഞാൻ അതിലേക്ക് വരികയാണ്. അപ്പോൾ ഞാനിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പുള്ളിക്കാരത്തി പറഞ്ഞ് എൻ്റെ ഇൻട്രസ്റ്റ് മൊത്തം വന്നത് ബിക്കോസ് യു ടോക്ക് മോർ അബൌട്ട് ഫുഡ്. ഫുഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഐ ആം എ ഹ്യൂജ് ഫുഡി. അതുകൊണ്ട് ടോക്കിംഗ് അബൌട്ട് ഫുഡ് ഇസ് മൈ ഫേവറേറ്റ് തിങ് ടു ഡു. ഫുഡ് ഇമ്പോർട്ടൻ്റ് അല്ല, ഫുഡ് ഈസ് ഫുഡ്, ഫുഡ് ഈസ് ലൈഫ്. എക്സാക്ട്ലി. എനിക്കറിയാം, യു ഹാവ് ബീൻ ബോൺ ആൻഡ് ബോട്ട് അപ്പ് ഇൻ മുംബൈ, മഹാരാഷ്ട്ര. ഞാൻ ഫസ്റ്റ് തന്നെ ചോദിച്ചതാണ്, ഞങ്ങളൊരു മലയാളി ഷോ ആണ്, കേരള ഷോ ആണ്, നിങ്ങൾക്ക് ഓക്കെ ആണോ മലയാളത്തിൽ സംസാരിക്കേണ്ടി വരും? ഞാൻ ആക്ച്വലി പഗ്ദി മലയാളിയാണ്. ഞാൻ ജനിച്ച് വളർന്നത് മുംബൈയിലാണ്. പക്ഷേ ഇപ്പോൾ ഐ ഹാവ് ബീൻ വർക്കിംഗ് ഇൻ ദ മലയാളം ഫിലിം ഇൻഡസ്ട്രി ഇപ്പോൾ ഓൾമോസ്റ്റ് 9 years ആയി. സോ ഐ തിങ്ക് ഇറ്റ് ഈസ് എ ഷെയിം ഇഫ് ഐ ഡോണ്ട് ടോക്ക് പ്രോപ്പർ മലയാളം. അതുകൊണ്ട് ഇന്ന് ഞാൻ മലയാളത്തിൽ മാത്രം സംസാരിക്കാം. കുറച്ച് ഗ്രാമറ്റിക്കൽ മിസ്റ്റേക്സ് വരും, പക്ഷേ പ്ലീസ് യു ഹാവ് ടു ഫർഗിവ് മീ. ബട്ട് ഞാൻ ഒരുപാട് ശ്രമിക്കുകയാണ്. So how did you do it in Maharashtra? എൻ്റെ വീട്ടിൽ മലയാളം ആക്ച്വലി സംസാരിക്കുന്നില്ല, കാരണം എൻ്റെ അച്ഛൻ മലയാളിയല്ല. എൻ്റെ അച്ഛൻ ഒരു നോർത്ത് ഇന്ത്യൻ ആണ്. ഹീസ് ഫ്രോം നൈനിതാൽ. സോ വി യൂഷ്വലി സ്പീക്ക് ഇൻ ഇംഗ്ലീഷ് ഓർ ഹിന്ദി. എൻ്റെ അമ്മ ഓൾസോ അവിടെ തന്നെ പഠിച്ചു, മുംബൈയിൽ തന്നെ. സോ ഷീസ് ഓൾസോ അധികം അങ്ങനെ മലയാളത്തിൽ സംസാരിക്കുന്നില്ല. പക്ഷേ എനിക്ക് എൻ്റെ ഫസ്റ്റ് മൂവി കിട്ടിയതിൻ്റെ ശേഷം ഞാൻ മലയാളം ഞാൻ സ്റ്റാർട്ട് ചെയ്തു മലയാളം പഠിക്കാൻ. നീന മുതൽ. അതെ അതെ. സോ അമ്മ മലയാളിയല്ല, അമ്മ പഗ്ദി മലയാളിയാണ്. പക്ഷേ നമ്മുടെ വീട്ടിൽ മൈ അച്ഛൻ ഇസ് നോട്ട് മലയാളി. സോ വി ഡോണ്ട് സ്പീക്ക് ഇൻ മലയാളം. ഇഫ് ഐ വുഡ് ഹവ് ഹേർഡ് മലയാളം ചെറുപ്പത്തൊട്ട് എൻ്റെ മലയാളം ഇപ്പോൾ ഒരുപാട് ബെറ്റർ ആയേനെ. നിങ്ങൾ അത്രയും ശ്രമിക്കുന്നുണ്ടല്ലോ. ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോഴും ഇങ്ങനെ എൻ്റെ മകൻ, വീട്ടിലെല്ലാവരും മലയാളികളാണ്, എല്ലാവരും മലയാളം തന്നെ സംസാരിക്കും. ബട്ട് എൻ്റെ മകൻ ഇത്രയും പെർഫെക്റ്റ്ലി സംസാരിക്കില്ല. ഐ മീൻ ഞാൻ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്, കുറച്ച് സമയം എടുത്തിട്ടുണ്ട്. പക്ഷേ ഐ റിയലി എനിക്ക് എൻ്റെ മനസ്സിൽ ആ കാര്യം എൻ്റെ ഫസ്റ്റ് മൂവി തൊട്ട് വന്നു. ഐ ടോൾഡ് മൈ മോം ഓൾസോ ബിക്കോസ് നീന ഡിഡ് it did really well for me. So ആ സമയത്ത് I told my mom that this is a language I really want to learn and എനിക്ക് പെർഫെക്റ്റ് ആയിട്ട് ചെയ്യണം. ബിക്കോസ് ഒരു ദിവസം എനിക്ക് മലയാളത്തിൽ എൻ്റെ സ്വന്തം മൂവി ഡബ് ചെയ്യാൻ ആഗ്രഹം ഉണ്ട്. അതുകൊണ്ട് ഞാൻ കുറച്ച് ശ്രമിക്കുകയാണ്, പഠിക്കുകയാണ്. നമുക്ക് ഇന്ന് തന്നെ പഠിപ്പിച്ചിട്ട് വിടാം ഈ ഷോയിൽ തന്നെ. ഞാൻ റെഡിയാണ്. ഇപ്പൊ എനിക്ക് മലയാളം 100% മനസ്സിലാവും. പണ്ട് ഐ നെവർ അണ്ടർസ്റ്റുഡ് എനിത്തിങ്. അല്ല, ഞാൻ കാര്യം ചെയ്യട്ടെ, താങ്കളെ കണ്ടിട്ട് മലയാളിയാന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? മിക്സ് ഒപ്പീനിയൻസ് ഉണ്ട് ആക്ച്വലി. കാരണം ഞാൻ ആക്ച്വലി ഒരു മിക്സ് ആണ്. സോ വെൻ ഐ മീൻ മൂവീസ് ചെയ്യുമ്പോൾ എല്ലാവരും അങ്ങനെ പറയും ദാറ്റ് ഐ ഹാവ് മലയാളി ഫീച്ചേഴ്സ്. പക്ഷേ വെൻ ഐ ആം ഇൻ ബോംബെ ദേ സേ ഐ ഹാവ് നോർത്ത് ഇന്ത്യൻ ഫീച്ചേഴ്സ്. പക്ഷേ ഞാനൊരു ഇന്ത്യൻ ആണ്.
മലയാളി ആണെങ്കിൽ മഹാരാഷ്ട്രൻ ആണെങ്കിൽ ഇറ്റ് ഡസൻ മാറ്റർ അറ്റ് ദി എൻഡ് ഓഫ് ഇറ്റ് ബട്ട് ഞാൻ അങ്ങനെയല്ല. ബിക്കോസ് എന്തുകൊണ്ട് ചോദിച്ചെന്നറിയോ, മലയാളം സംസാരിക്കുന്ന ആ അറബി പെൺകുട്ടികളറിയോ, കണ്ടിട്ടുണ്ടോ? Arabiana, then there are UK citizens who speak in Malayalam, like proper Sherikan, and they talk so amazingly well. I am surprised. നമ്മുടെ ഇന്ത്യയിൽ മലയാളം നമ്മുടെ ഏറ്റവും ഡിഫിക്കൽട്ട് ലാംഗ്വേജ് ആണ്. കാരണം ഗ്രാമർ ഡിഫറെൻ്റ് ആണ്, പ്രൊനൗൺസിയേഷൻ ഡിഫറെൻ്റ് ആണ്, സോ ഒരുപാട് പാടാണ്. Pronunciation is the toughest part. It's the toughest part. That rolling of the tongue, manga, param. അത് ഇത്രയും എഫേർട്ട് ഇടാതെ നിങ്ങൾക്ക് ഇങ്ങനെ പോലും സംസാരിക്കാൻ പറ്റില്ല. അങ്ങനെ ഒരു ലാംഗ്വേജ് ആണ് നമ്മുടെ മലയാളം ലാംഗ്വേജ്, യാതൊരു സംശയമില്ല. അതൊരു അക്ഷര സ്ഫുടതയോട് കൂടി സംസാരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ലാംഗ്വേജ് തന്നെയാണ്, അല്ലേ? അപ്പം പക്ഷെ നിങ്ങളത് എങ്ങനെ പ്രാക്ടീസ് ചെയ്ത ദിവസം എന്ന് വെച്ചാൽ മലയാളം പഠിക്കാൻ ആഗ്രഹമുള്ള ആൾക്കാർക്ക്, അത് മലയാളികൾക്ക് പുറം രാജ്യങ്ങളിലുള്ള ആൾക്കാർക്ക് പ്രാക്ടീസ് ചെയ്യാലോ. ഓണസ്റ്റ്ലി ഞാനൊരു കാര്യം പറയാം, എൻ്റെ അച്ഛൻ ഈസ് ലൈക്ക് എ ലിംഗ്വിസ്റ്റ്. എൻ്റെ അച്ഛൻക്ക് ഇപ്പോൾ ഒരു 10 to 13 ലാംഗ്വേജസ് അറിയാം. ആൻഡ് യു വോണ്ട് ഈവൻ ലൈക്ക് ഇമാജിൻ ദ വേ ഹി സ്പീക്സ് ഹിന്ദി, ഇംഗ്ലീഷ്, മറാഠി, ഗുജറാത്തി, പഞ്ചാബി, ഗഡ്വാലി, ലൈക്ക് ഫ്ലുവൻ്റ് ആയിട്ട് എൻ്റെ അച്ഛൻ സംസാരിക്കാം. ലൈക്ക്, and he's not even an actor, he is not even a model, he's just a normal CA who works in Bombay. So I feel that അതിൻ്റെ ക്വാളിറ്റി ഐ തിങ്ക് എനിക്ക് കിട്ടിയിട്ടുണ്ട്, കുറച്ചൊക്കെ കിട്ടിയിട്ടുണ്ട്. സോ അതുകൊണ്ട് ഐ തിങ്ക് എൻ്റെ ഇപ്പോൾ ഐ ഹവ് ഈവൻ ലേൺ തെലുഗു, കന്നഡ, തമിഴ്, ആൻഡ് ഇതെല്ലാം ഞാൻ എൻ്റെ സെറ്റിൽ ഞാൻ പഠിച്ചിട്ടുണ്ട്. എനിക്ക് ഓർമ്മയുണ്ട്, നീന സമയത്ത് എൻ്റെ വെൻ ഐ ഗോട്ട് സെലക്റ്റഡ്, എൻ്റെ അമ്മ ലാൽ സാറോട് പറഞ്ഞു ദാറ്റ് സർ, ഐ എം സോറി ബട്ട് മൈ ഡോട്ടർ നോസ് നത്തിങ് ഇൻ മലയാളം. I don't know how she will do it. My mom was like, I am sorry, I am going to tell Lal sir the truth. കാരണം ആ സമയത്ത് എൻ്റെ അമ്മക്ക് തോന്നി that it may not be right because an actor who is doing a Malayalam film should know the language. Correct. So she thought, my mom is a very principled lady, so she's like, she went and spoke to Lal sir when Lal sir said namakku Deepthi ishtana for this role and all. So she's like, Lal sir, everything is okay, acting അവർ ചെയ്യും, പക്ഷേ ലാംഗ്വേജ് ഒരു വാക്ക് പോലെ ദീപ്തിക്ക് അറിയില്ല. സോ ഐ എം ടെലിങ് യു നൗ ഓൺലി. പക്ഷേ ആ സമയത്ത് ലാൽ സർ പറഞ്ഞു, അത് കുഴപ്പമില്ല, നമ്മുടെ എല്ലാവരും ആൾക്കാരുണ്ടല്ലോ, നമ്മൾ പഠിപ്പിച്ചു തരാം. ആൻഡ് ആ സമയത്ത് ലാൽ സർ പറഞ്ഞു, നമ്മുടെ സെറ്റിൽ ADs, പ്രൊഡക്ഷൻ, ഹെയർ ആൻഡ് മേക്കപ്പ് എല്ലാവർക്കും ലാൽ സർ ഒരു എന്താ പറയുക, ഒരു റൂൾ ഹി മെയ്ഡ് ഓൺ സെറ്റ് ദാറ്റ് എവറിബഡി വിൽ ടോക്ക് ടു ദീപ്തി ഓൺലി ഇൻ മലയാളം. അങ്ങനെ ഞാൻ പഠിച്ചു. ഹൗ ഡു യു സേ, എനിക്ക് വെള്ളം വേണം, എനിക്ക് ഭക്ഷണം വേണം, എനിക്ക് ചായ വേണം, ഹൗ ആർ യു, അങ്ങനെ കുറച്ച് കേട്ട് പിന്നെ എൻ്റെ ഡയലോഗ് ചെയ്ത് ഞാൻ ഇത്ര മലയാളം പഠിച്ചു. പക്ഷേ ഈ ഒരു മലയാളം പഠിച്ച് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ഫസ്റ്റ് ആക്ട്രസ് എന്നൊരു ഇതിൽ വന്നപ്പോഴല്ലേ അല്ലേ? അതിന് മുന്നേ ഇദ്ദേഹം ആരായിരുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും? ഒരു വേർഡ് പോലെ അറിയില്ലായിരുന്നു. കറക്റ്റ്. ശരിക്കും പറഞ്ഞാൽ മലയാളം മൂവി ഇൻഡസ്ട്രിയിലെ ആദ്യത്തെ സിനിമയിലാണ് നിങ്ങൾ അവിടെ തൊട്ട് എഫേർട്ട് ഇട്ട് പഠിക്കാൻ തുടങ്ങുന്നത്. പക്ഷെ അതിൻ്റെ മുന്നേ ഈ ഇരിക്കുന്ന ദീപ്തി സത്യ ആരാന്നറിയോ? മോഡൽ, ബ്യൂട്ടി പേഷ്യൻ, അതേപോലെ തന്നെ മിസ് കേരള ആൻഡ് ഫെമിന മിസ് ഇന്ത്യ. എക്സാക്ട്ലി റൈറ്റ്. അവിടുന്ന് നിങ്ങൾ പെട്ടെന്ന് ഒരു മൂവി ഇൻഡസ്ട്രിയിലേക്ക് വരുമ്പോൾ ഉള്ള പല ചേഞ്ചസും ഉണ്ടായിട്ടില്ല. എന്തുകൊണ്ടാണ് നിങ്ങൾ ശരിക്കും അവിടെ മലയാള ഇൻഡസ്ട്രി തന്നെ ചൂസ് ചെയ്തത്? സോ ഓണസ്റ്റ്ലി സത്യം പറഞ്ഞാൽ ഞാൻ മലയാളം ഇൻഡസ്ട്രി ചൂസ് ചെയ്തിട്ടില്ല. ഞാൻ എപ്പോഴും പറയും, ഐ തിങ്ക് മലയാളം ഇൻഡസ്ട്രി എനിക്ക് ചൂസ് ചെയ്തിട്ടുണ്ട്. ബിക്കോസ് ആ സമയത്ത് ഐ വാസ് സ്റ്റഡിങ് ഇൻ കോളേജ് ആൻഡ് എനിക്ക് ബ്യൂട്ടി പാജൻസ് കുറച്ച് ചെയ്യാൻ ആഗ്രഹമുണ്ടായിരുന്നു. എൻ്റെ കോളേജിൽ മുംബൈയിൽ ദേ ഹാഡ് കം ഫോർ ക്യാമ്പസ് സെലക്ഷൻ, മിസ് ഇന്ത്യ അതെല്ലാം ഓഡിഷൻ ഞാൻ പങ്കുവെച്ചു. ഐ ഗോട്ട് ത്രൂ, ഐ കെയിം ഇൻ ദ ടോപ്പ് 20 ദാറ്റ് ഇയർ, ഐ കെയിം ടു ദ ടോപ്പ് 5. അങ്ങനെ ചെയ്യുമ്പോൾ എനിക്ക് ഒരു ദിവസം ഒരു കോൾ വന്നു സേയിങ് ദാറ്റ് അങ്ങനെ ഒരു മൂവിയാണ്, ലാൽ ജോസ് ആണ് ഡയറക്ടർ, ദേ ആർ ലുക്കിംഗ് ഫോർ എ ഡിഫറെൻറ്റ് ഫേസ്, ഒരു പുതുമുഖം അവർ അന്വേഷിക്കുന്നുണ്ട്. ആൻഡ് ദേ വോണ്ട് ടു ഓഡിഷൻ മീ for that role. When we heard that only, എൻ്റെ അമ്മ എനിക്ക് പറഞ്ഞു, ലാൽ സർ ഇസ് എ വെരി ബിഗ് ഡയറക്ടർ, പക്ഷേ മലയാളമാണ്, വി ഡോണ്ട് നോ വാട്ട് ടു ഡു, എനിക്ക് ലാംഗ്വേജ് അറിയില്ല, അങ്ങനെ എൻ്റെ അമ്മ പറഞ്ഞു. പക്ഷേ ഐ ടോൾഡ് മൈ മോം, ഐ എം ലൈക്ക്, മമ്മ ഇതൊരു ആക്ടിങ് ഓപ്പർച്യൂണിറ്റിയാണ്. സോ മൈ മോം ഇസ് ലൈക്ക്, മലയാളം ആണെങ്കിൽ മറാഠി ആണെങ്കിൽ ലുക്ക് ടെസ്റ്റ് ഓഡിഷൻ നമുക്ക് 100% ചെയ്യണം. സോ ദേ കോൾഡ് us, me and my mom traveled to Cochin.
ഐ മെറ്റ് ലാൽ സർ. ഞാൻ ഓഫീസ് പോയി ഒരു ലുക്ക് ടെസ്റ്റ് ചെയ്തു. ആൻഡ് ഇൻ ദ നെക്സ്റ്റ് 3 days I just got a call saying that I'm selected for Neena. It was luck. It was pure luck. And I can't thank my stars enough. ഞാൻ എപ്പോഴും ഇപ്പോൾ in hindsight when I think about ആ സമയത്ത് my mom was like, how did you reach in Malayalam? I would have never imagined you would reach in Malayalam. Even my dad is like, तुम्हारी मम्मी मलयालम है लेकिन तुमने कभी मलयालम सुना नहीं है, देखा नहीं है, तुमने मलयालम मूवी कैसे कर लिया? इप्पा after so many years I'm so grateful and so thankful. I feel like God already planned this for me because being an actor from the Malayalam industry is a nalla bhagyamana. Malayalam industry is looked upon, you know. Malayalam cinema is looked upon, and I'm really happy that I got this opportunity, and I feel like God destined this for me. So ഞാൻ വളരെ വളരെ എന്താ പറയാം thankful ആണ്. 100% വൺ ഓഫ് ദ മോസ്റ്റ് പെർഫോമിംഗ് ഇൻഡസ്ട്രി തന്നെയാണ്. പല പല പ്രൊജക്റ്റുകൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്നത്, എല്ലാവരും പ്രശംസിച്ചുകൊണ്ടിരിക്കുന്നതും മലയാളം മൂവി ഇൻഡസ്ട്രി തന്നെയാണ്. ഇപ്പോൾ ഓൾസോ മുംബൈ പോയതിന് ശേഷം തെലുഗു സിനിമ വെൻ ദേ നോ ദാറ്റ് ഐ കം ഫ്രം മലയാളം ബാക്ക്ഗ്രൗണ്ട് ഒരു റെസ്പെക്റ്റ് ഉണ്ട്. സോ ഐ തിങ്ക് ഐ എം വെരി ലക്കി. ആൻഡ് അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറയും ഐ ഡിഡ്ന്റ് ചൂസ് ഇറ്റ്. ഐ തിങ്ക് മലയാളം ഇൻഡസ്ട്രി ചോസ് മീ ആൻഡ് ഐ തിങ്ക് ഐ എം വെരി ലക്കി ബിക്കോസ് ഓഫ് ദാറ്റ്. വാ, അത് അങ്ങനെ തന്നെ ഇരിക്കട്ടെ. ഇനിയും പ്രൊജക്ട്സ് മലയാളം ഇൻഡസ്ട്രീൻ്റെ നിങ്ങൾക്ക് ഇനിയും വരട്ടെ. നിങ്ങൾ ശരിക്കും കഥക്കും ഭരതനാട്യവും എന്നുവെച്ചാൽ ക്ലാസിക്കൽ ഡാൻസ് പഠിച്ചു വന്നൊരു വ്യക്തിയാണ്. ഇത് ശരിക്കും മോഡലിംഗ് സമയത്തൊക്കെ തന്നെ നിങ്ങൾ ഇല്ല, ഇത് ഞാനിപ്പോൾ ഡാൻസ് എസ്പെഷ്യലി ക്ലാസിക്കൽ ഡാൻസ് ഐ വാസ് ഓൺലി 3.5 years. ആ സമയത്ത് തൊട്ട് എൻ്റെ അമ്മ എനിക്ക് ക്ലാസിക്കൽ ഡാൻസിൽ ഇട്ടു. ഇറ്റ് ഈസ് മൈ മോം. എൻ്റെ എല്ലാ ഡാൻസിങ് എൻ്റെ എന്താ പറയുക ബാക്ക്ഗ്രൗണ്ട് ഓൾ ക്രെഡിറ്റ് ഗോസ് ടു മൈ അമ്മ. ഐ തിങ്ക് ഐ വാസ് അറൗണ്ട് 3 years old. എൻ്റെ അമ്മ അങ്ങനെ ഒരു സ്റ്റോറി ഉണ്ട്. എൻ്റെ അമ്മ എപ്പോഴും പറയും ഒരു ദിവസം യു വർ വാച്ചിങ് TV, ഒരു നല്ല പരസ്യം എൻ്റെ ഒരു സോങ് ജിംഗിൾ പോലെ ഉണ്ടായിരുന്നു. സോ ആ സമയത്ത് ഐ ലൈക്ഡ് ഇറ്റ് സോ മച്ച്. As a kid, I used to get up and dance and all. And ende amma thought that she enjoyed dancing uttri, so let's put her for some dance classes. Pakshe ende amma Malayaliyana. She appreciates art, classical music, dance ellam. So my mom is like, if my daughter wants to dance, I will start putting her for Bharatnatyam. So angane njan Bharatnatyam thodungi when I was just 3.5 years, and I've continued it till now. തപ്പാങ്കോട്ടൊക്കെ ഭയങ്കര ഇഷ്ടമാണോ? I love it. Dance എല്ലാ ഫോംസ് എനിക്ക് വളരെ വളരെ ഇഷ്ടമാണ്. ബട്ട് ഓഫ് കോഴ്സ് ക്ലാസിക്കൽ ഇസ് വെരി ക്ലോസ് ടു മൈ ഹാർട്ട്. ബട്ട് ദിസ് ഈസ് ഓൾസോ ബ്യൂട്ടിഫുൾ ഡാൻസ് ഫോം. ഐ ഹവ് ലേൺ ഹിപ്പ് ഹോപ്പ് ഓൾസോ. ഞാൻ ലിറിക്കൽ ജാസും ചെയ്തിട്ടുണ്ട്. സോ ഐ ഫീൽ എല്ലാ ഡാൻസ് ഫോംസ് എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് ബിക്കോസ് ഐ എം ടു പാഷനറ്റ് അബൌട്ട് ഡാൻസിങ്. ഐ ആബ്സല്യൂട്ട്ലി ലവ് ഡാൻസിങ്. എൻ്റെ അമ്മ പ്രോപ്പറായിട്ട് കണ്ടുപിടിച്ചു ദാറ്റ് ഐ ആബ്സല്യൂട്ട്ലി എൻജോയ് ഇറ്റ്. സോ ഏതെങ്കിലും ഡാൻസ് ഫോം ആണെങ്കിൽ ഐ ലവ് ടു ലേൺ ഇറ്റ്, ഐ ലവ് ടു പ്രാക്ടീസ്, ആൻഡ് ഐ ജസ്റ്റ് ലവ് ഡാൻസിങ് ആൻഡ് മ്യൂസിക്. പാടോ? അങ്ങനെ ഞാൻ പാടില്ല, ബട്ട് പറഞ്ഞു പോയി. അത് മാത്രമേ കിട്ടാൻ ബാക്കിയുള്ളൂ ഇനി. ഞാനതാ ഇപ്പൊ ഞാൻ നേരത്തെ ചെയ്ത ഇൻട്രോ എനിക്ക് ഒരു കാര്യം കൂടി ആഡ് ചെയ്യാണ്ട്. ദി സിംഗർ ദീപ്തി സതി. അത്ര ഗുണം എനിക്കില്ല. അല്ല, എന്നാലും ഏതെങ്കിലും ഒരു പാട്ട് നമുക്ക് വെറുതെ ഒന്ന് പാടി നോക്കിയാലോ? യുവർ ഫേവറേറ്റ്. ഹിന്ദി ആയാലും കുഴപ്പമില്ല. ഹിന്ദി വേണ്ട, ഞാൻ മലയാളത്തിൽ പാടാം. എന്നാ പാടിക്കോളൂ. ഞാൻ ലാസ്റ്റില് പാടാം. എന്നാ ശരി, ലാസ്റ്റ് ഞാൻ വെയിറ്റ് ചെയ്യണം. എല്ലാവരും ലാസ്റ്റ് വരെ വീഡിയോ കാണണേ. അപ്പം നിങ്ങൾ ശരിക്കും 5ഓളം ഇൻഡസ്ട്രിയിൽ ഇപ്പൊ നിങ്ങൾ എക്സിസ്റ്റിംഗ് ആയിട്ട് പ്രൊജക്ട്സ് ഓൾറെഡി ചെയ്തിട്ടുണ്ട്, പ്രൊജക്ട്സ് വരുന്നുണ്ട്. ഐ തിങ്ക് കന്നഡ ഇനി നെക്സ്റ്റ് പ്രൊജക്ട് വരുന്നുണ്ട്. കന്നഡ, തമിഴ്, തെലുഗു, മറാഠി, ഹിന്ദി ആൻഡ് മലയാളം. ഈ സെറ്റ്സ് ഒക്കെ ഹൗ ഡു യു ഫീൽ? വാട്ട് ഈസ് ദ ബിഗ്ഗസ്റ്റ് ഡിഫറൻസ് ഇൻ ഓൾ ദീസ്? ഒരു മൂവി സെറ്റ് കുറച്ച് കാര്യങ്ങൾ ഒരുപാട് സെയിം ഉണ്ടാവും ആൻഡ് സം തിങ്സ് വിൽ ബി കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ്. സോ ഒരു ഫിലിം മേക്കിങ്ങിൻ്റെ പ്രോസസ്സ്, ടീം വർക്ക്, ഡയറക്ടറിൻ്റെ വിഷൻ, അതെല്ലാം ഐ ഫീൽ ഇസ് വെരി സിമിലർ. യു നോ, ഓഫ് കോഴ്സ് എല്ലാവരുടെ രീതി ഡിഫറെൻ്റ് ആണ്, ടേക്കിംഗ് സ്റ്റൈൽ ഡിഫറെൻ്റ് ആണ്, ഡെഫിനറ്റ്ലി നമ്മുടെ സ്റ്റോറി, ക്യാരക്ടറൈസേഷൻ അതെല്ലാം ഡിഫറെൻ്റ് ആണ്. ബട്ട് ദർ ഈസ് ആൻ എനർജി. പക്ഷേ ലാംഗ്വേജ് ഇസ് ഡിഫറെൻറ്റ്, രീതി ഈസ് ഡിഫറെൻറ്റ്, മൈ ക്യാരക്ടർ വിൽ ബി ഡിഫറെൻറ്റ്, മൈ റിലേഷൻഷിപ്പ് വിത്ത് ദ ഡയറക്ടർ, കോ സ്റ്റാർ എല്ലാം വിൽ ബി ഡിഫറെൻറ്റ്. ചിലപ്പം സെയിം, ചിലപ്പം ഡിഫറെൻറ്റ്. ബട്ട് ഐ ഫീൽ ദാറ്റ് ദി എനർജി ആൻഡ് ദ പാഷൻ ആൻഡ് ഒരു ടീം വർക്ക് അല്ലേ, ആ ടീം വർക്ക് എപ്പോഴും സെയിം ആണ്. എന്നാൽ ഓക്കെ, ഞാൻ മലയാളം മൂവി ഇൻഡസ്ട്രി ഞാൻ മാറ്റി നിർത്തുന്നു. ബാക്കി 4 ഇൻഡസ്ട്രിയും നിങ്ങൾ ഏറ്റവും കംഫർട്ട് ഏതാണ്? ഏറ്റവും കംഫർട്ട്
See, honestly, I feel like ഇപ്പോൾ ടച്ച് വുഡ് ലാംഗ്വേജ് എനിക്ക് ബാരിയർ ആയിട്ട് തോന്നുന്നില്ല. ഐ ലവ് ഡൂയിങ് ഡിഫറെൻറ്റ് ലാംഗ്വേജസ്. അതൊരു ചാലഞ്ചാണ് എനിക്ക്. സോ ഐ തിങ്ക് ദാറ്റ് ഇസ് സംതിങ് ദാറ്റ് നെവർ മേക്സ് മീ അൺകംഫർട്ടബിൾ. എനിക്ക് പണ്ട് അങ്ങനെ തോന്നിയായിരുന്നു ദാറ്റ് അതർ ദൻ മലയാളം, ബിക്കോസ് മലയാളം എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആണ്. സോ ആൻഡ് ഇറ്റ്സ് മൈ ഫസ്റ്റ് ഇൻഡസ്ട്രി എവർ. ഐ കെ നോട്ട് choose, that is separate. Yes, separate ആണ്. Other, that's why. പക്ഷേ I think other than that everywhere ആണ്. പക്ഷേ just Marathi and Hindi is my language. I can dub, I can speak it. So maybe that way it is a little comfort, but otherwise I feel എല്ലാം comfort ആണ് എനിക്ക്. Depends on the team. അപ്പോൾ നിങ്ങൾ ഇത്രയും ഫ്ലുവൻ്റ് ആയിട്ട് തെലുഗും കന്നഡയും സംസാരിക്കുമോ? ഇത്രയും ഫ്ലുവൻ്റ് ആയിട്ട് ഞാൻ പറയുന്നില്ല, പക്ഷേ എനിക്ക് తమిళ్ తెలియదు, కొంచెం కొంచెం తెలుగు మాట్లాడడానికి. ఓకే 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 మాట్లాడడానికి. എൻ്റെ ഫസ്റ്റ് തെലുഗു മൂവി ആക്ച്വലി ഒരു ബൈലിംഗ്വൽ പ്രോജക്റ്റ് ആയിരുന്നു. ഓക്കെ. സോ ഇറ്റ് വാസ് തെലുഗു ആൻഡ് കന്നഡ. സോ നമ്മുടെ ഫുൾ സീൻ നമ്മൾ ഫുൾ തെലുഗുവിൽ ഷൂട്ട് ചെയ്തു. കംപ്ലീറ്റ് സീൻ, ദ സെയിം സീൻ, സെയിം ലൊക്കേഷൻ, സെയിം ടൈം. Or not even 5 minutes break they'll give, and then they're like, do the Kannada. So imagine I used to sit every night and study, and my director used to tease me saying that Deepti तुम्हारा college खत्म ही नहीं हो रहा है क्योंकि तुम पढ़ते ही जा रही हो. Because I had to do it, but it was quite a challenge. പക്ഷേ ഞാൻ ചെയ്തു. കുറേ സീൻസ് അങ്ങനെ ഉണ്ടായിരുന്നു where I would do it in the first 2 takes only, and എൻ്റെ ഡയറക്ടർ ഒരുപാട് ഇംപ്രസ്ഡ് ആയിരുന്നു ആ സമയത്ത്. So that was ഒരു encouragement for 100%. me also. So again, coming back to question, comfort everywhere it is. പക്ഷെ എന്നാലും പെർഫെക്റ്റ് തന്നെയാണ്. കറക്റ്റ് ആയിട്ട് എല്ലാം പോകുന്നുണ്ട്. നെക്സ്റ്റ് മലയാളം മൂവി അങ്ങനെ ആലോചിക്കുകയാണ്. ഡയറക്ടർ ശ്രദ്ധിച്ചോളൂ. ബട്ട് ഞാൻ തോന്നുന്നു അമ്മ ഹാഫ് മലയാളി എന്ന് പറഞ്ഞത് കൊച്ചിയിൽ നിന്നാണ്. കൊച്ചി. അപ്പൊ കൊച്ചിയായിട്ട് എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ? എൻ്റെ ഗ്രാൻഡ് പേരൻസ് വെൻ ദേ വർ അലൈവ് ഞാൻ വരാറുണ്ടായിരുന്നു. ഐ തിങ്ക് ഫസ്റ്റ് സെക്കൻഡ് ഗ്രേഡ്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ദേ were no more then thoda it became less coming here. And എൻ്റെ അമ്മാസ് സിസ്റ്റേഴ്സ് എല്ലാം they are all settled abroad. So അതുകൊണ്ട് കുറച്ച് എന്താ പറയാം, എൻ്റെ ചെറുപ്പത്തിൽ കൊച്ചി ആൻഡ് മൈ കണക്ഷൻ വാസ് ലെസ്. പക്ഷേ ഇപ്പോൾ കൊച്ചി ഈസ് ലൈക്ക് മൈ സെക്കൻഡ് ഹോം. സോ ഹൗ ക്ലോസ് ആർ യു വിത്ത് യുവർ ഫാമിലി? My parents are working parents. I'm the only child. I used to go for school, drawing class, dance class. I also have done theatre. I'm a child actor. I've done theatre since I was like 6 years old. So അതെല്ലാം swimming classes, normal lifestyle. അന്ന് തൊട്ടുള്ള സ്കൂൾ തൊട്ടുള്ള too many extracurricular activities. My parents, because ഞാൻ ഒറ്റമോളല്ലേ, so എൻ്റെ അച്ഛൻ്റെ കുറേ ആഗ്രഹം ഉണ്ടായിരുന്നു. So that also he made me do. എൻ്റെ അമ്മയുടെ കുറേ ആഗ്രഹം ഉണ്ടായിരുന്നു. So that also my അച്ഛൻ wanted me to do karate. I'm a karate black belt. Will you believe it? Thanks to my dad. സോറി, ഇൻട്രോ വീണ്ടും എനിക്ക് മാറ്റണം. വീണ്ടും പ്ലീസ്. ഞാൻ വീണ്ടും ഇൻട്രോ മാറ്റിക്കൊണ്ടിരിക്കേണ്ടി വരുമല്ലോ. ഇനിയിപ്പോൾ സിംഗർ ആഡ് ചെയ്യണം, ബ്ലാക്ക് ബെൽറ്റും കൂടി ആഡ് ചെയ്യണം. അതെ ഫുൾ ഓൺ. ഐ തിങ്ക് ഇപ്പോഴുള്ള ജനറേഷൻസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ആ ഒരു സമയത്ത് ഞാൻ 80s 90s. പക്ഷേ ഇപ്പോൾ ഐ ഫീൽ ലൈക്ക് യെസ്, പീപ്പിൾ ഹു ആർ ഇൻ ദിയർ 40s and 50s look very young. You look at all the actresses like Malaika Arora and Shilpa Shetty and Sonali Bendre and like so many, Hrithik Roshan, Shahid, top notch. Yeah, right. നമുക്ക് അങ്ങനെ ആവണം. നിങ്ങൾ മലയാളത്തിൽ കുറച്ച് പേര് മറന്നു. മലയാളത്തിൽ എനിക്ക് പറയണ്ട, അത് വേണ്ട, അതൊരു വേറെ ലെവലാ. നമ്മള് 72 വയസ്സുകാരനെ നമ്മുടെ സ്വന്തം മമ്മൂക്ക. ലാലേട്ടനും കുറവൊന്നുമില്ല, ഇപ്പോഴും ബിൽഡായി ഫിറ്റായി. ബെസ്റ്റ്, ഗുഡ് സ്കിൻ, ഗുഡ് ഫൺ, ആൻഡ് ഹീസ് ജസ്റ്റ് വെരി യങ് ബൈ ഹാർട്ട്. ഹീസ് ടു യങ്. താങ്കൾ അദ്ദേഹത്തിന്റെ ഒപ്പം പിന്നെ എൻ്റെ സെക്കൻഡ് മലയാളം മൂവി എനിക്ക് രണ്ടാമത്തെ പടം അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട്. പോരട്ടെ പറയൂ മമ്മൂക്കയെ കുറിച്ച്. I think Mammootka is just, ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, I think he's just really young by heart. And Mammootka in the attitude വളരെ, it's a very cool and chill attitude. I think Adakonda Mammootka is, the way he is, health wise ആണെങ്കിൽ, acting wise ആണെങ്കിൽ, body wise ആണെങ്കിൽ. I think because he's so chill and stress free,
അതുകൊണ്ട് മമ്മൂക്ക ഈസ് വാട്ട് മമ്മൂക്ക ഈസ് റൈറ്റ് നൗ. കാരണം ആ സമയത്ത് എൻ്റെ സെക്കൻഡ് മൂവി ആയിരുന്നു. ഐ വാസ് വെരി നെർവസ്. ഐ എം ലൈക്ക് ഐ ഡോണ്ട് നോ ഹൗ ടു ബിഹേവ് ഇൻ ഫ്രണ്ട് ഓഫ് മമ്മൂക്ക. ഷുഡ് ഐ ടോക്ക് നോർമലി അല്ലെങ്കിൽ ഷുഡ് ഐ ബി ലൈക്ക് ഓ മമ്മൂക്ക. എനിക്ക് അറിയില്ലായിരുന്നു, ഒരുപാട് നെർവസ് ആയിരുന്നു ഞാൻ. പക്ഷേ ദ മോമെൻറ്റ് ഐ സ്റ്റാർട്ടഡ് മീറ്റിംഗ് മമ്മൂക്ക, നമ്മൾ 2-3 ദിവസം സീൻ ചെയ്തു, ഐ ജസ്റ്റ് ഫെൽറ്റ് ലൈക്ക് ഹീ ഈസ് സോ ചിൽ, ലൈക്ക് എ നോർമൽ പേഴ്സൺ. ആൻഡ് ദെൻ സ്ലോലി എനിക്കും ആ കംഫർട്ടായി. മമ്മൂക്ക എനിക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്തു. കാരണം അതെൻ്റെ സെക്കൻഡ് മൂവി ആയിരുന്നു. സോ കുറച്ച് ലാംഗ്വേജ് പ്രശ്നങ്ങൾ ഓഫ് കോഴ്സ് ഉണ്ടായിരുന്നു. സോ ഹി വുഡ് സിറ്റ് ആൻഡ് ആക്ച്വലി ഡു റീഡിങ് ബിഫോർ ദ സീൻ വിത്ത് മീ. ദാറ്റ് വാസ് എ വെരി ബിഗ് തിങ് ആക്ച്വലി. സോ ആ ഒരു സമയത്ത് നമുക്ക് എന്തെങ്കിലും പേഴ്സണൽ അഡ്വൈസോ ഒരു ടിപ്പോ തന്നിട്ടുണ്ടോ ടു മേക്ക് യുവർ acting skills better? I think just observing Mammootka on set is also a very big learning curve. There's too much to learn from him, the way he is. Chella Karingal especially explaining the meaning behind korche dialogues aa samaythu, because I never understood it properly that time. That was very interesting. Mammootka and logic or the feeling behind that particular dialogue. To read scene. Behind the scenes, to read in between the lines. I think that is one thing I learned from Mammootka. Wow. Yeah. Especially നിങ്ങൾ നീന എന്നൊരു പടത്തിലുള്ള നിങ്ങളെ ക്യാരക്ടർ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ബോൾഡ് ബൈക്കർ, അങ്ങനെ ഒരു ക്യാരക്ടറാണ്. വെരി ഡിഫറെന്റ് ക്യാരക്ടർ. യാ, വെരി ഡിഫറെന്റ് ക്യാരക്ടർ ആക്ച്വലി. നിങ്ങൾ ആ ഒരു ക്യാരക്ടറിൽ ശരിക്കും കംഫർട്ട് ആയിരുന്നോ ആ ഒരു സമയത്ത് പെട്ടെന്ന് നിങ്ങൾ? ആ സമയത്ത് ദാറ്റ് വാസ് എൻ്റെ ഫസ്റ്റ് മൂവി. നീനൻ്റെ ശേഷം ഞാൻ ഒരു സെറ്റ്, ഒരു ക്യാമറ, ഒരു ക്രൂ പോലെ കണ്ടിട്ടല്ലായിരുന്നു. ബിക്കോസ് ഐ വാസ് ഇൻ കോളേജ്, ഐ വാസ് ഡൂയിങ് മിസ് ഇന്ത്യ. ആ സമയത്ത് എനിക്ക് കോൾ കിട്ടി. സോ ഫസ്റ്റ് ടൈം ഐ എം സീയിങ് ഒരു ക്രൂ, DOP, ക്യാമറ, സെറ്റപ്പ്, ഡയലോഗ്, AD. I don't know anything. I was like, okay, എനിക്ക് കിട്ടി, let's do it. I feel like I don't even know how I did that movie. It's so weird. Ippa, when I think about it, I'm like, damn, I was really lucky. I was really lucky, touch wood, that I got something like Neena. But oh my god, Neena and Shesham njan kore karangal padchu. You know what I mean? അറിയാം, പിന്നെ I know what you mean. So I feel like just observing and being there only was like one very big, I was like one kid like oh idum undu adum undu plus dialogues undairunnu. And plus, I mean, I was working with Lal sir. I mean, who doesn't want to work with Lal Jose? Exactly. Who doesn't want to work with Mammootka? Who doesn't want to work with Lal? I mean, yeah. Yes. And very, very good close friends in the industry too. From 5 different industries. മലയാളം മാത്രമല്ല, 5 ഇൻഡസ്ട്രീസിൽ ഡയറക്ടേഴ്സ് ആയിട്ട് ഭയങ്കര ഹോൾഡാണ്. ഞാൻ ദീപ്തി സത്യൻ്റെ ക്ലോസ് ഫ്രണ്ടാണ്. അടുത്ത പ്രൊജക്ട്സിലൊക്കെ ഞാനും ഉണ്ടാവും. പക്ഷേ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ഹാർഡ് കോർ ഫുഡിയാന്ന് ഞാനാണ് പിക്ക് ചെയ്യാൻ പോയത്. അപ്പോൾ വണ്ടിയിൽ നിന്ന് എന്നോട് പറഞ്ഞിരുന്നു, യു ആർ എ ഹാർഡ് കോർ ഫുഡി, ഐ നോ. ആൻഡ് യു ടോക്ക് മോർ അബൌട്ട് ഫുഡ്, ഭക്ഷണത്തെ കുറിച്ച് കുറേ സമയം. പക്ഷെ നിങ്ങളെ കാണുമ്പോൾ തോന്നേണ്ട ഒരു ഫുഡിയാണ്. എല്ലാവരും അങ്ങനെ പറയും, പക്ഷെ എൻ്റെ ക്ലോസ് ആൾക്കാർക്ക് പറയാം എനിക്ക് ഫുഡ് വളരെ ഇഷ്ടമാണ്. എനിക്ക് തോന്നുന്നത് എസ്പെഷ്യലി ഫ്രം മഹാരാഷ്ട്ര, മുംബൈ, ഇറ്റ്സ് ലൈക്ക് മോർ ലൈക്ക് ഒരു പൂച്ചനെ പോലെയാണ് ഫുഡ് കഴിക്കുന്നത്, ഭക്ഷണം കഴിക്കുന്നത്. അതെന്ന് വെച്ചാൽ ഒരു 5-6 പ്രാവശ്യം കഴിക്കും, പക്ഷെ ഒരു സ്നാക്ക് പോലെ ഇങ്ങനെ കഴിച്ചു. അതുകൊണ്ടാണോ? ഭക്ഷണമിൻ്റെ കാര്യത്തിൽ ഞാൻ അങ്ങനെ റൂൾസ് വെക്കാറില്ല. ഐ നോ ഐ എം എ മോഡൽ, ഞാൻ ബ്യൂട്ടി പാജൻസ് ചെയ്തിട്ടുണ്ട്. ആ സമയത്ത് വെൻ വി വർ ഡൂയിങ് ട്രെയിനിങ്, വെൻ ഐ ഗോട്ട് സെലക്റ്റഡ് ടോപ്പ് 20, ആ സമയത്ത് എല്ലാ കണ്ടസ്റ്റൻസ്ക്ക് ഒരു സെപ്പറേറ്റ് ഡയറ്റ് ഫുഡ് ഉണ്ടായിരുന്നു. ബട്ട് വി നെവർ ഹാവ് ഈറ്റൻ ദാറ്റ്. And my friends have sneaked in chocolates, ice creams. I should not say this because they were very strict. We are not allowed to do that. But I couldn't to eat diet food. So me and all my contestants, we have done all this also. എല്ലാ പോക്കൃത്തരും കാണിച്ചിട്ടുണ്ട്. But I'm like, karanam diet food, I can't. I just can't. I like to eat good food. ഞാൻ വർക്കൗട്ട് ചെയ്യും. ചില റോൾസ്ക്ക് വേണ്ടി you have to lose weight. You have to be a certain shape as an actor. So when it is for work, you have to be serious. But I can't do അങ്ങനെ മാത്രം സാലഡ്സ്, സൂപ്സ്, അങ്ങനെ എനിക്ക് ഇഷ്ടമില്ല. അപ്പോഴാണ് ഞങ്ങൾക്ക് ഭക്ഷണത്തിൻ്റെ കഥ ഇപ്പോൾ തുടങ്ങാൻ പോകുന്നുള്ളൂ. Please
സ്റ്റാർട്ട് ചെയ്തോ? ഞാൻ കേരളത്തിൽ നിന്ന് തുടങ്ങുന്നില്ല, ഞാൻ ആദ്യം മഹാരാഷ്ട്രയിൽ നിന്ന് തന്നെ തുടങ്ങാം. 100%. നിങ്ങൾ ഇന്ന് തിരിച്ച് ബോംബെ പോവാണെങ്കിൽ, മഹാരാഷ്ട്ര ഭാഗത്ത് പോവാണെങ്കിൽ ആദ്യം ഇറങ്ങിയിട്ട് എന്താണ് കഴിക്കാൻ പോണത്? പണ്ട് വെൻ ഐ യൂസ് ടു സേ ഫോർ എക്സാമ്പിൾ ഗോ ഫോർ മൂവി ഷൂട്ട് കേരള, ആ സമയത്ത് നമുക്ക് മോർ ഓർ ലെസ് കേരള ഫുഡ് ഉണ്ടാവും. ലൈക്ക് നമ്മുടെ ഓണം സദ്യ, പുട്ടു, കടല എല്ലാം. സോ ഒരു 1 monthന്റെ ശേഷം നമുക്ക് കുറച്ച് മടുക്കും. Because I like variety. എനിക്ക് വെറൈറ്റി ഡിഫറെൻറ്റ് ഫുഡ്സ് ട്രൈ ചെയ്യാൻ ഒരുപാട് ഇഷ്ടമാണ്. സോ ദ മോമെൻറ്റ് ഐ യൂസ് ടു ഗോ ബാക്ക്, ഐ യൂസ് ടു ലവ് ഈറ്റിംഗ് ഭേൽപൂരി, പാനിപൂരി, ചാട്ട്, വടാപാവ്, മിസൽ പാവ്, പിന്നെ മഹാരാഷ്ട്രൻ സ്പെഷ്യൽ ഉപ്പുമ, പോഹെ, കാന്ദे पोहे, हे सगळं. सॉरी, मराठी is coming now. വരട്ടെ. So I used to try to switch to that. പക്ഷേ ഇപ്പോൾ ബിക്കോസ് ഞാൻ ഇത്തിരി ട്രാവൽ ചെയ്യുന്ന ആളാണ്, എനിക്ക് എൻ്റെ അമ്മ ഉണ്ടാക്കിയ ഭക്ഷണം, ഏത് ഭക്ഷണം, ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷേ വെനെവർ ഐ ആം സിക്ക് ആൻഡ് ഐ ഫീൽ വെരി എന്താ പറയാം, ഹോം സിക്ക്, ഒരു കംഫർട്ട് ഫുഡ് ഇസ് ദാൽ റൈസ്. മൈ മോംസ് ഹോം കുക്ക്ഡ് ദാൽ റൈസ്, തൈര്, പിക്കിൾ, പപ്പടം. അമേസിങ്. ബട്ട് മൈ മോം ഇസ് എൻ എക്സലൻറ്റ് കുക്ക്. സോ എൻ്റെ അമ്മയുടെ ബിരിയാണി നല്ലതാണ്, രസം റൈസ് നല്ലതാണ്, പിന്നെ ചിക്കൻ കറി, ഫിഷ് കറി. എൻ്റെ അച്ഛൻ നോർത്ത് ഇന്ത്യൻ ആണെങ്കിൽ എൻ്റെ അച്ഛൻ്റെ ഫേവറേറ്റ് ക്യൂസീൻ സൗത്ത് ഇന്ത്യൻ ആണ്. സോ ഈവൻ ചെറുപ്പം മുതൽ എല്ലാ സൺഡേ, ബിക്കോസ് മൈ മോം ആൻഡ് ഡാഡ് വർ വർക്കിംഗ്, സോ എവറി സൺഡേ മാൻഡേറ്റ് കേരള ഫിഷ് കറി എൻ്റെ അമ്മ ഉണ്ടാക്കും. ആൻഡ് ബ്രേക്ക്ഫാസ്റ്റ്ക്ക് ഇഡ്ഡലി, ദോശ, മസാല ദോശ, ഉത്തപ്പ, ലൈക്ക് ഡിപ്പെൻഡ്സ്. യെല്ലോ റെഡോ ഫിഷ് കറി? റെഡ്. ആ ക്യാമറ ഉണ്ടല്ലേ, പുളി വന്നു വായില്. പിന്നെ ഫിഷ് ഫ്രൈ എല്ലാം. സോ യാ, ലവ് ഇറ്റ്. പക്ഷെ ഞാൻ ശരിക്കും പറഞ്ഞ ഇതിൻ്റെ ഇടയിൽ ചോദിക്കാൻ പോവായിരുന്നു, പക്ഷെ അതിൻ്റെ ഇടയിൽ നിങ്ങൾ പറഞ്ഞു. ഞാൻ ചോദിക്കാൻ വന്നു, വെജ് ആണോ നോൺ വെജ് ആണോ? ഞാൻ പ്രോപ്പർ നോൺ വെജ് ആണ്. അതെ, പ്രോപ്പർ നോൺ വെജിറ്റേറിയൻ ആണ്. പക്ഷേ വെജിറ്റേറിയൻ ഫുഡ് ഓൾസോ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. എസ്പെഷ്യലി നമ്മുടെ ഓണം സദ്യ, വെജിറ്റേറിയൻ, ലവ് ഇറ്റ്. നോ, ഇൻ മഹാരാഷ്ട്ര ഇറ്റ്സെൽഫ് വെജ് എന്ന് വെച്ചാൽ നമ്മുടെ ദൈ പൊട്ടേറ്റ പൂരിയും. ഓഫ് കോഴ്സ് അത് ആ എല്ലാം കാര്യങ്ങളത്ത് ദിസ് ചാട്ട് ആൻഡ് ഓൾ ഇസ് വെജിറ്റേറിയൻ. ബട്ട് മറാഠി പീപ്പിൾ ലവ് ഈറ്റിംഗ് ഫിഷ്. ബോംബിൽ ഫ്രൈ, ബോംബെ ഡക്ക്, അവരുടെ ഒരു ഡിഫറെൻ്റ് ആയിട്ട് ടേസ്റ്റും എല്ലാം ഉണ്ട്. ബിക്കോസ് അവരുടെ പ്രിപ്പറേഷൻ്റെ രീതി കുറച്ച് ഡിഫറെൻറ്റാണ്. ബട്ട് വെരി നൈസ്. ദാറ്റ് വാസ് ഓൾസോ വെരി നൈസ്. മറാഠി താലി യു ഷുഡ് ഈറ്റ്. മറാഠി താലി ഇവിടെ ദുബൈയിൽ ഇവിടെ കിട്ടും. നൂനില് ഞാൻ കണ്ടു ഒരു പ്ലേസ് ഉണ്ട്. വാട്ട് ഈസ് ദ നെയിം ഓഫ് ദ പ്ലേസ്? ഐ ഡോണ്ട് നോ മറാഠി പ്ലേസ് ആണ് ഇല്ല, എനിക്ക് അറിയില്ല. പക്ഷെ അതിൽ കുറെ മറാഠി ഡിഷസ് ഞാൻ കണ്ടു. The name of that place was Zanzanit. അവ സൺസണിത്ത് പെട്ടെന്ന് പോയിട്ട് നമുക്ക് റിവ്യൂ ചെയ്യേണ്ടി വരുമല്ലോ. നമുക്ക് നോക്കാമല്ലോ, നമുക്ക് പോയി കഴിക്കാമല്ലോ, നമുക്ക് കഴിക്കാം, ട്രൈ ചെയ്യാം അറ്റ്ലീസ്റ്റ്. അറ്റ് ദ സെയിം ടൈം എല്ലാവരും ഇപ്പം ആസിഫ് അലിയും നമ്മുടെ ഈ ഷോയിൽ വന്നിട്ടുണ്ട്. സോ എവ്രി വൺ, ഞങ്ങൾ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. നിങ്ങളെല്ലാവരും അഭിനയിക്കുന്നത് 5 അങ്ങോട്ടുള്ള ഇന്ത്യയിലുള്ള ഇൻഡസ്ട്രീസിൽ, പക്ഷേ എവ്രി വൺ ദുബായ് തീർച്ചയായിട്ടും വിസിറ്റ് ചെയ്യുകയും ചെയ്യും, കുറേ ദിവസങ്ങൾ നിൽക്കുകയും ചെയ്യും. അതേപോലെ തന്നെ നിരന്തരമായിട്ട് തിരിച്ചു വരും. ഏറ്റവും കൂടുതൽ വിസിറ്റ് ചെയ്യുന്ന ഒരു സ്ഥലമാണ് ദുബായ്. അപ്പം ദുബായ്, നിങ്ങൾ എന്തിനാ ഇവിടെ വന്നേ? അത് പറയൂ, എന്തിനാണ് നിങ്ങൾ ദുബായിൽ വന്നിരിക്കുന്നത്? ഐ തിങ്ക് ദുബായ് ഈസ് എന്താ പറയാം, ഒരു ലാൻഡ് ഓഫ് കുറേ ഓപ്പർച്യൂണിറ്റീസ്. നെസസറി ഇല്ല ആക്ടിങ് വൈസ്, ഈവൻ അതർ ദെൻ ആക്ടിങ്. ദുബായ് ഇറ്റ്സ് എ പോട്ട്, എ ഹബ് ഫോർ എ ലോട്ട് ഓഫ് ഡിഫറെൻറ്റ് തിങ്സ്. നമുക്ക് വെക്കേഷൻ ആണെങ്കിൽ നമുക്ക് വെക്കേഷൻ ചെയ്യാം, വർക്ക് ആണെങ്കിൽ വർക്ക് ചെയ്യാം, എക്സ്പ്ലോർ ആണെങ്കിൽ എക്സ്പ്ലോർ ചെയ്യാം. ആൻഡ് I feel Mumbai and Dubai has the same vibe. Only thing is, of course, Dubai is really upgraded. It's cleaner. I don't here right. Of course. ശരിക്കും പറ. Yeah, Dubai is way cleaner. And of course it has its rules and all. So like that, Dubai is a beautiful upgrade. But vibe wise, it is very much similar to Bombay. So I feel very comfortable Dubai le. And of course Dubai le kore karangalum undu cheyanayittu, especially when I came Pand first time exploring Burj,
as a monument in Dubai, going to Marina, JBR, trying different food. Food is crazy in Dubai. Cafe vibes, especially evening, Kite Beach. ഒരുപാട് റൺ ക്ലബ്സ് ഉണ്ട് അവിടെ. You can just take your matcha or your cold coffee and be like Dubai girl. and at the end of the day, late night, safety, security, everything is really good in the UAE. So I think അതുകൊണ്ട് എല്ലാവർക്കും UAE and Dubai ഒരുപാട് ഇഷ്ടമാണ്. And definitely it's, if you try your best, Dubai can make you as one of their own citizens, because it's open to giving opportunities work wise to people other than its citizens. So that's a great thing. ഇവിടെ ഏതെങ്കിലും അങ്ങനത്തെ ഫുഡ് സ്പോട്ട്സ് ഉണ്ടോ ഫേവറേറ്റ് വരുമ്പോൾ പോകുന്നത്? അങ്ങനെ ഇതുവരെ ഞാൻ അങ്ങനെ ഫേവറേറ്റ് ആയിട്ട് എനിക്കറിയില്ല. പക്ഷേ ഞാൻ ഐ ആം എ പേഴ്സൺ ടു എക്സ്പ്ലോർ ഡിഫറെൻറ്റ് spots. Okay. Like cafe vibes, പിന്നെ Indian food, പിന്നെ of course കരാമാൽ നമുക്ക് നമ്മുടെ കേരള ഒരുപാട് ഓപ്ഷൻസ് കിട്ടും. So I am like somebody who likes to explore different types of places and I think എനിക്ക് ambience ഇഷ്ടമാണ്. I'm not just somebody food. I feel like food or ambience, that lighting, that music. Sorry, not ambience, the ambience. Sorry, my bad. I know 5 languages. ചിലപ്പം എൻ്റെ മനസ്സിൽ കിച്ചടി ആയിട്ട് തോന്നും എനിക്ക്. അതിലും ഫുഡ് വന്ന് കയറി കിച്ചടി. I told you. No, but at the end of the day, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ദുബായ് is something people എല്ലാവരും വരുന്നത് റിലാക്സ് ചെയ്യാൻ. It's a busy city. It's a bustling city. യാതൊരു സംശയമൊന്നുമില്ല. But at the same time, everyone is busy in their own world. Yeah, it's a very hustling culture, like Mumbai. Yes. അതുകൊണ്ട് I feel it is little bit similar അങ്ങനെ. കുറച്ചുകൂടി നല്ല ഡെവലപ്ഡ് ആയ ഒരു മുംബൈ. Definitely. See, Mumbai also has its perks. Like Bombay is home. I will never. It cannot go from my heart. But Dubai is beautiful. Like I feel like Dubai can also be home. But yes, you're right. Our hustling culture is very similar. അപ്പം നമ്മളിപ്പോൾ ദുബായിനെ കുറിച്ച് പറഞ്ഞു. ഇനി നമുക്ക് ചാൻസ് കൊടുക്കാം മുംബൈയെ കുറിച്ച് 2 വാക്ക് പറയാൻ വേണ്ടി. Mumbai. This is best vibe. എന്തൊക്കെയാണ് നിങ്ങൾക്ക് മുംബൈ എന്ന സിറ്റിയെ കുറിച്ച് ഏറ്റവും കൂടുതൽ ഇഷ്ടം? Bombay, first of all, sorry to say this, but I am an Indian and it's in India. It's my house. Like ആ ഒരു അറ്റാച്ച്മെൻറ്റ് നമുക്ക് നമ്മുടെ നാട്ടിൻ്റെ അറ്റാച്ച്മെൻറ്റ് നമുക്ക് ആ ഫീലിംഗ് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല. സെക്കൻഡ്ലി എൻ്റെ അമ്മ ആൻഡ് അച്ഛൻ അവിടെ ഉണ്ട്. ഞാൻ അവിടെ ജനിച്ച് വളർന്നത്. എൻ്റെ ഫ്രണ്ട് സർക്കിൾ ആണെങ്കിൽ, acquaintance സർക്കിൾ ആണെങ്കിൽ, വർക്ക് ആണെങ്കിൽ is in Mumbai and Bombay. But what I really like again about Mumbai is it's very safe for girls. Mumbai is very safe. Yeah. And yes, 100%. 100%. No, I have not stayed. I think he has stayed. Way safer. Yes, 100%. It's way safer for girls. And avade bore aayittu chance illa. Party ആണെങ്കിൽ പാർട്ടി ചെയ്യാം, chill ആണെങ്കിൽ chill ചെയ്യാം. ഭക്ഷണം, do I even need to tell you? Shopping. You want to shop from the highest of the highest brands in Palladium? You can do that. You can even go to Hill Road in Bandra and do Rasta shopping. So it's just like, it's just home. ആൻഡ് നെക്സ്റ്റ് ഒരു സീരിയസ് ക്വസ്റ്റ്യൻ ആണ് നിങ്ങളോട്. കുറേ മലയാളികളുള്ള ഒരു നഗരം കൂടിയാണ്. പക്ഷെ ഞാനൊരു കാര്യം പറഞ്ഞോളൂ. ഇറ്റ് ഈസ് നോട്ട് ഓൺലി മുംബൈ. യു ടെൽ മീ വൺ പ്ലേസ് വെർ ദർ ആർ നോ മലയാളീസ്. മലയാളീസ് ആർ എവറിവെയർ ആൻഡ് ദാറ്റ് ഈസ് ലൈക്ക് വൺ ഗ്രേറ്റ് ക്വാളിറ്റി. എവിടെയെങ്കിലും, even if you go to Iceland, I feel you will find Malayalis there. Malayalis are all over. It's crazy. Thriving and they're doing amazing work, and you have to hats off to Mallus, man. അപ്പോൾ ഏറ്റവും ഫേവറേറ്റ് മലയാളി റെസ്റ്റോറൻറ്റ് അവിടെ ഏതാണ് മുംബൈയിൽ? മുംബൈ മാട്ടുംകാല ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ട്. സെക്കൻഡ്ലി ഇതൊരു കുറച്ച് ഫാൻസി Malayali food they serve. It's called Tanjore Tiffin, sorry. And all my friends are like, oh my god bro, तूने Tanjore Tiffin से मलयाली खाना खाया है क्या? And I'm like, bro, मैंने केरला में जाके खाया है. So I'm like
But Tanjore Tiffin is amazing. So yes, that's also. അപ്പോൾ ഫ്രണ്ട്സ് എവിടെ നിന്നാണ് കൂടുതൽ? കേരളത്തിൽ നിന്നാണോ അല്ലെങ്കിൽ? ഒരു മിക്സ് ആണ് ആക്ച്വലി. മിക്സ് ആണ്. Yeah, because even Mumbai is, I told you, ദുബായ് തന്നെയാണ് ഒരുപാട് ഡിഫറെന്റ് ആയിട്ടുള്ള ആൾക്കാരുണ്ടാവും. So I have Gujarati, Marathi, Malayali എല്ലാം മിക്സ് ആണ്. ഇൻഡസ്ട്രിയിൽ ഏറ്റവും ക്ലോസ് ആയിട്ട് ആരാണ് മലയാളി ഇൻഡസ്ട്രിയിലുള്ളത്? കുറേ ആൾക്കാരുണ്ട് ആക്ച്വലി. ഓൾ മൈ co-stars, most of it I am very much നല്ല രീതിയിൽ ഞാൻ ടച്ചിലാ. പിന്നെ Pearly was one of my first friends in Malayalam industry. Yeah, I think she's ഇപ്പോഴും ക്ലോസ് ആണ്. 100%. Yeah, she's too cool. ഹേയ് ഇവരൊക്കെ എനിക്ക് ചൂണ്ടിക്കാണിക്കുന്നത് എന്താണെന്നറിയോ? എന്താണെന്നറിയോ? ഗസ് ചെയ്യാൻ പറ്റുമോ? ഇവിടെ ഇരുത്താൻ വേണ്ടിയിട്ട് സൊറവറയിൽ. സോ പൊല്ലി മാനി നമ്മളെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ വി ആർ വെരി ക്ലോസ് ടു ദീപ്തി സത്യ. നിങ്ങൾ ദീപ്തി സത്യമായിട്ട് അത്രയും ക്ലോസ് ആയതുകൊണ്ട് ഞങ്ങൾ ഇതാ ക്ഷണിക്കുന്നു ഹൃദയപൂർവ്വം സൊറബറ ഇൻ ദുബായ്. ഈ ഒരു ചോദ്യം എന്ന് വെച്ചാൽ യു ഹാവ് വർക്ക് വിത്ത് Mamuka's son too, our own DQ. DS for me. Yeah, why? Dulquer Salman. Oh! Initials, hello. Oh my God! So DS it is. At least for me it is. And did he accept it? 100%. We call each other DS only. Yeah? ഇതിപ്പോൾ 3 ഗസ്റ്റുകളെയാണ് ഞങ്ങൾ ദീപ്തി സത്യ വഴി ഞങ്ങൾ ഇൻവൈറ്റ് ചെയ്യാൻ പോകുന്നത്. DQ, ഞങ്ങളെ DQ നിങ്ങൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ DS റിക്വസ്റ്റ് ചെയ്തിരിക്കുന്നു. കം ടു സൊറവറ. 100%. അല്ല എങ്ങനെയാണ് DQ? I think again just like his father, very chill, very cool, very down to earth, fun, good conversations, and a very nice friend to me. I think ende third padam or fourth padam I had done with DQ called Solo. Yeah, Solo. Joy Nambiar sir, and again very new, but he was just so oru warmth undu. DS has one warmth that he always exudes, and very talented, and of course who does not have crush on DQ? Every girl likes DQ. Sorry, DS for me now. DS. But I mean, he's just a really nice, warm person. So I think, you know, stardom oru side lo undu, nammada work experience, the fact that they are legends is all on one side, but the fact that they are very warm and nice human beings is very important. So I feel like he was really nice like that. That's why we are friends. ഞാൻ മൂന്ന് ഫ്രണ്ട്സിന്റെ തന്നു. 4 ഫ്രണ്ട്സ് ഉണ്ട്. ശരിക്കും വണ്ടിയിൽ നിന്ന് ഇദ്ദേഹം ഒരു കാര്യം കൂടി പറഞ്ഞു. I think Neeraj is a very fun person. Yeah? Very talented, very quick in talking. അതുകൊണ്ട് അവർ റാപ്പ് ചെയ്യുന്നത്. And ആ സമയത്ത് I didn't know that, you know, he writes. But Neeraj's first written movie, I was the heroine, Lavakusha. Wow. And we acted together. So I think maybe he started writing from there. So very cool, very, very cool person. And his daughter is also so cute. Yeah, I have chilled with her also. Very sweet. So ദീപ്തിക്ക് കുറേ പേരുടെ ജീവിതത്തിൽ ഭയങ്കര ഇൻഫ്ലുവൻസ് ഉണ്ട്. DSI, അവിടെ ദീപ്തി ഭാര്യയായി. എൻ്റെ ഇൻഫ്ലുവൻസ് എനിക്ക് അറിയില്ല, പക്ഷെ അവളുടെ ഇൻഫ്ലുവൻസ് എൻ്റെ ലൈഫിൽ ഡെഫിനറ്റ്ലി ഉണ്ട്. അതാണല്ലോ ശരിക്കും പറഞ്ഞാൽ ഇതാണല്ലോ ബോണ്ട് ആൻഡ് ഫ്രണ്ട്ഷിപ്സ്. ഇതാണല്ലോ റിലേഷൻഷിപ്സ് ആണല്ലോ ഇങ്ങനെ. അതെ, if you connect with someone on a personal level, it's always nice to work with them also. Correct. Because you don't know what will come out on screen. എക്സാക്ട്ലി. ചില സമയത്ത് ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ചില ബന്ധങ്ങൾ എന്തെങ്കിലും ഞങ്ങൾക്ക് വേറെ നേട്ടം കിട്ടാൻ വേണ്ടിയൊന്നുമല്ല, ബന്ധങ്ങളായിട്ട് തന്നെ അതൊരു നാച്ചുറൽ ആയിട്ട് ഫ്ലോ ആവും. യു ആർ ആക്ടിങ് വിത്ത് സമ്മൺ, നമുക്ക് അങ്ങനെ ഫോഴ്സ് ആയിട്ട് ചെയ്യാൻ എനിക്ക് ഇഷ്ടമില്ല. ബിക്കോസ് ഐ ഫീൽ ലൈക്ക് ദ മോർ നാച്ചുറൽ ഇറ്റ് ഈസ്, ദ മോർ ബെറ്റർ ആൻഡ് സീംലെസ്. സോ ഐ ഫീൽ ലൈക്ക് ഐ എം ജസ്റ്റ് മൈ സെൽഫ് ആൻഡ് ദേ ആർ ദെംസെൽവ്സ്, ആൻഡ് ദെൻ ഇറ്റ് ജസ്റ്റ് ലൈക്ക് വിത്ത് ഡിഫറെൻറ്റ് പീപ്പിൾ ഇറ്റ്സ് ഡിഫറെൻറ്റ് ബോണ്ട്സ്, യു നോ. ലൈക്ക് സോ ഇറ്റ്സ് ഇൻട്രസ്റ്റിംഗ്. സോഷ്യൽ മീഡിയയിലൊക്കെ നിങ്ങൾ ഭയങ്കര ആക്റ്റീവ് ആണ്. അതെ. ആ ഹാൻഡിലിൻ്റെ പേര് അത് ഒരു നിങ്ങളുടെ പേരോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ മൂൺ ചൈൽഡ്. സോറി മൂൺ ചൈൽഡ്, സോറി. വാട്ട് ഈസ് മൂൺ സ്ലൈഡ്? അതെ, ചന്ദ്രനിലെ കുട്ടി. അതെ. വൈ? I'll tell you. കഥ പറയൂ. വളരെ വളരെ നീണ്ട കഥയാണ്. ഓക്കെ, സോ എനിക്ക് നീണ്ട കഥ എനിക്ക് ഇപ്പോൾ നമ്മുടെ പോഡ്കാസ്റ്റിൽ എനിക്ക് പറയാൻ പറ്റില്ല, പക്ഷെ ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാം. എല്ലാവർക്കും തോന്നും ദാറ്റ് ഐ ഹാവ് തോട്ട് അബൌട്ട് ദിസ് ആൻഡ് ഹാവ് പുട്ട് ദിസ് വാസ് വെരി നാച്ചുറൽ ടു മീ. എൻ്റെ അമ്മ എനിക്ക് പറയുന്നുണ്ട്, വെൻ ഐ വാസ് സ്മോൾ, ഈവൻ ലെസ് ദാൻ 1 year old, I feel like I have
most of the girls or most of the people can have this, but I've always had a very deep connection with space. എനിക്ക് വളരെ ഇഷ്ടമാണ്. I love learning about it. I'm very curious about it. ഞാൻ കുറേ കാര്യങ്ങൾ അങ്ങനെ ചിന്തിക്കും, ലൈക്ക് വാട്ട് മസ്റ്റ് ബി ദെയർ ഇൻ സ്പേസ്, പ്ലാനറ്റ്സ്, ഹൗ ബ്യൂട്ടിഫുൾ ദേ ലുക്ക്. ആൻഡ് എനിക്ക് എപ്പോഴും ഒരു കാര്യം ദാറ്റ് റിയലി അട്രാക്ട്സ് മീ ഇസ് ദാറ്റ് ഐ ഫീൽ ലൈക്ക് ദർ ഇസ് സം മാജിക്കൽ എലിമെൻറ്റ്, ആൻഡ് ഔട്ട് ഓഫ് all of it I think I'm most connected to the moon. And going back to the story, my mom used to tell me that you were always so mesmerized by the moon that even when my mom used to sometimes na garden la angne namal nadkum evening just taking the baby angne, she's like, if in case you ever spot the moon, like your eyes will be like stuck on it till the time the moon doesn't go out of your vision. Yeah, I used to be when I was that small. Okay. And even when I was 1 or 2 years old, my dad is a biker. He loves the bike. So he used to take me and my mom on bike rides and all. We never had a car when I was, I think, 1 or 2, 3 years old. Till then, they didn't have a car. They used to only go on bikes everywhere. So my mom also used to carry me. So she used to be like, when we used to travel by bikes, if in case I find the moon somewhere, this is when I'm 1 year old, not even 2 years old. And I would just continuously keep looking at that moon till it goes out of my sight. So I think I've been connected to the moon all the time. And Pande, when we were small, when used to have these really cool, Gmail, Hotmail, email IDs and all. Mine was moon.cool.child. All the stupid IDs I used to have. See, aa samayathe enike explanation illairunnu. Moon is a very beautiful planet. It's a very serene planet. It gives you peace. Adu ellavarkku ariya. It's beautiful. At that point in time enike proper aite reasoning ariyillairunnu, but recently I got to know that I'm a number 2. My birthday is on Jan 29th. 29th is a number 2, and number 2 is a moon number. Oh. All this I didn't know. Guys, I didn't know. And even when I started my Instagram account, I started it because Asamethu, when we got selected for Miss India, nammada oru subtitle undayirunnu, which is called Beauty with a Purpose. So when you're doing a subtitle, the Miss India team told us you have to make an Instagram account. Karanam, you have to post about your beauty with the purpose and garner attention towards it, because that is the point of beauty with the purpose. So Asamethu, when I made my Instagram account, that was the name, that was the first name when they asked me username that came to my mind was Moonchild. I don't know why. I was really small, I didn't know. I just put it and I got it. Nobody gets it. You either have to, you don't get that entire username now. Either it has to be moon.child, moon underscore, or moon123. But I have got Moonchild. I'm the only one. There is no other. You are the Moonchild. ഞാൻ intro ഒന്നും കൂടി മാറ്റുന്നു. Guys, it is celestial. So I don't know, I think കുറെ കാര്യങ്ങളുണ്ട് എനിക്ക് അറിയില്ല, but I think I'm very connected to the moon. And ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടോ ഇതുവരെ ഈ Moonchild? എല്ലാവരും എനിക്ക് ചോദിക്കും. ഇതന്നെ ചോദിക്കും അല്ലേ? Why Moonchild? Why Moonchild? And I'm like, it's a long story. ചന്ദ്രന്റെ കുട്ടി. I can keep talking. No, ഇപ്പോൾ റീസെൻ്റ്ലി തന്നെ നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ തന്നെ ആക്റ്റീവ് ആണ്. നിങ്ങൾ പല ഡാൻസ് പെർഫോമൻസും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി നിരന്തരമായിട്ട് മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിൽ വരുന്നുണ്ട്. അങ്ങനെയാണ് ഈ അടുത്ത് ജുമാനയായിട്ടും നൈല ഉഷയായിട്ടും കോർഡിനേറ്റ് ചെയ്തത്. എന്താണ് സംഭവിക്കുന്നത്? പക്ഷെ നൈല ചേച്ചി and ജുമാന are my friends പണ്ട് തൊട്ട്. Obviously when they were like, if you're coming to Dubai you have to 100%. അപ്പോൾ നമ്മൾ അഞ്ചാമത്തെ ഗസ്റ്റ് ആരാ? എനിക്ക് കമ്മീഷൻ വേണം എനിക്ക് ഇതിൽ. നോ, അതെന്ന് വെച്ചാലേ ഞങ്ങളുടെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് വെച്ചാൽ, എസ്പെഷ്യലി എൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ, ഞാൻ നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഞാൻ എല്ലാവരോടും പോയിട്ട് ഇങ്ങനെ പ്ലീസ് ഒന്ന് വാ എൻ്റെ ഷോയിലേക്ക് വാ, ഞാൻ അങ്ങനെ റിക്വസ്റ്റ് ചെയ്യാറില്ല. പക്ഷേ പ്ലീസ് ഈ 5 പേര് നിങ്ങൾ കൊണ്ടുതരൂ. Come on dears, come on, you can do it. Yeah, you have to take me to amazing places to eat, but done. ബട്ട് സ്റ്റിൽ എനിക്ക് ഫുഡ് കുറച്ചും കൂടിയും കാര്യം കുറേ ഡിസ്കസ് ചെയ്യാനുണ്ട്. ബട്ട് ഇനി കേരളത്തെക്കുറിച്ച് നമ്മൾ വരികയാണെങ്കിൽ, നിങ്ങളുടെ ഫേവറേറ്റ് ജില്ല ഇനി കൊച്ചി ആണെന്ന് ചോദിച്ചാൽ എനിക്കത് അറിയില്ല. ബട്ട് സ്റ്റിൽ കൊച്ചി ആണെങ്കിൽ കൊച്ചി പറയാൻ പാടില്ല. 14 ജില്ലകളിൽ പോയിക്കോ, ഒരു 13 ജില്ലകൾ ബാക്കിയെടുത്തു. നിങ്ങളുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ജില്ല ഏതാണ്? കേരള. യെസ്. ഇറ്റ്സ് വെരി ടഫ്. കാരണം എല്ലാ ജില്ലയിൽ ഐ ഫീൽ ലൈക്ക് ഐ ഹാവ് ഫേവറേറ്റ് തിങ്സ്. ലൈക്ക് കാലിക്കറ്റ് ആൻഡ് കണ്ണൂർ ഇസ് ഫുഡ്. It's food, it's biryani. Kochi is more work and chill.
അങ്ങനെ രീതിയിൽ. പിന്നെ ആലപ്പി ഫിഷ്, ഹൗസ് ബോട്ട്, നേച്ചർ. ദെൻ മൂന്നാർ വെദർ, വാഗമൺ ഗ്രീനറി. പിന്നെ വേറെ ഏത് ജില്ലയാണ്? തിരുവനന്തപുരം ഉണ്ട്, ക്യാപിറ്റൽ. ആ ക്യാപിറ്റൽ. ട്രിവാൻഡ്രം ഒരു വളരെ വെൽ പ്ലാൻഡ് ആണ്. അടുത്ത് നമ്മുടെ കൾച്ചറൽ ക്യാപിറ്റലിലേക്ക് പോവാം. കൾച്ചറൽ ക്യാപിറ്റൽ തൃശ്ശൂരാണ്. തൃശ്ശൂർ is I like തൃശ്ശൂർ because of നമ്മുടെ അമ്പലം, ഗുരുവായൂർ അമ്പലം. ഓക്കെ. Yes, I like it because of that. ശരി, ഓക്കെ. അടുത്ത ജില്ലയിലേക്ക് പോയിക്കോളൂ. ജില്ലകൾ ഇനിയുണ്ട്, 5 ജില്ലയായിട്ടുള്ളൂ. കൊല്ലം and കോട്ടയം I get confused. അപ്പൊ കുഴപ്പമില്ല. One is north അല്ലേ? അല്ല, രണ്ടും സൗത്ത് തന്നെ, അടുത്തടുത്താ, ലൈക്ക് 100 kilometers apart. നോ പ്രോബ്ലം. അപ്പൊ ഇനി കാസർഗോഡ്. കാസർഗോഡ് is very like fashion and very family ന്റെ കൂടെ നടക്കാൻ പോവുകയാണ്, like chill. നിങ്ങളിപ്പം ഒരു നൗ യുവർ മെയിൻ ഇൻഡസ്ട്രി ഇസ് മോസ്റ്റ്ലി ആക്ടിങ് ആസ് വെൽ ആസ് modeling, ഡാൻസ്, പെർഫോമൻസസ് ഇഫ് നീഡഡ്. നിങ്ങൾ പല ഓപ്പർച്യൂണിറ്റീസും പലവിടെ നിങ്ങൾ യാത്ര ചെയ്ത് ചെയ്യുന്ന പരിപാടികളാണ്. നിങ്ങൾ എന്തെങ്കിലും എനിത്തിങ് വെദർ ഡാൻസ് പെർഫോമൻസ് ആയാലും അഭിനയമായാലും എന്തെങ്കിലും ചെയ്യുന്ന മുമ്പ് നിങ്ങൾ എന്തെങ്കിലും ഒരു റിച്വലോ കാര്യങ്ങളോ എന്തെങ്കിലും ഫോളോ ചെയ്യാറുണ്ടോ, ലൈക്ക് ബിഫോർ സ്റ്റാർട്ടിങ് സംതിങ്? അങ്ങനെ റിച്വൽ ഇല്ല, ബട്ട് ഐ പ്രേ എവറി ടൈം ബിഫോർ ഐ ഗോ ഓൺ സ്റ്റേജ്. അത് നോർമലാണ്, ബട്ട് ഐ ഡു വൺ പ്രെയർ always, and whenever I am practicing I am always taking God's name in my mind and doing it so that I don't forget on stage. അല്ല, സ്റ്റേജിൽ ഇപ്പം ഞാൻ തോന്നുന്നു കൂടുതലും ഡാൻസ് പെർഫോമൻസസ് ആണ് അല്ലേ സ്റ്റേജിൽ കൂടുതലും ഡാൻസ് പെർഫോമൻസസ്. ആൻഡ് ഇനി വരുന്ന പുതിയ പ്രൊജക്ട്സ് ഏതാണ്, പറഞ്ഞോളൂ. യെസ്, ഇപ്പോൾ പുതിയ ഞാൻ ഒരു ഹിന്ദി പ്രോജക്റ്റ് ചെയ്യാറുണ്ട്. ഐ എം ഡൂയിങ് എ സ്മോൾ വെബ് സീരീസ് ഫോർ ഹോട്ട്സ്റ്റാർ, സോ അതുണ്ട്. പിന്നെ ഐ എം ഇൻ ടോക്സ് ഫോർ 1 തമിഴ് ആൻഡ് 1 മലയാളം മൂവി. ഇതുവരെ ഞാൻ കൺഫേം ചെയ്തിട്ടില്ല, അതുകൊണ്ട് ഐ എം നോട്ട് റിവീലിംഗ് ടു മച്ച്, ബട്ട് സൂൺ ഐ വിൽ ബി റിലീസിങ് ഇറ്റ് ഓൺ മൈ Moonchild Instagram. So please, I need your blessings and good wishes for it. കേരളത്തിൽ എവിടെയെങ്കിലും സെറ്റിൽ ചെയ്യാൻ തോന്നിയാൽ where would it be? Because of work, Kochi. ഇപ്പം നിങ്ങൾ എങ്ങനെയാണ് നിങ്ങളെ ഫിറ്റ്നസ്സും മൈൻഡും നിങ്ങൾ എങ്ങനെയാണ് എന്തെങ്കിലും ആക്ടിവിറ്റീസ് നിരന്തരമായിട്ട് ചെയ്യുന്നതൊക്കെയാണ്? I honestly am very human and ഞാൻ എപ്പോഴും ചിന്തിക്കും ഇന്ന് തൊട്ട് ഞാൻ മെഡിറ്റേഷൻ ചെയ്യാം. എൻ്റെ അമ്മ എനിക്ക് എപ്പോഴും പറയും യു നീഡ് മെഡിറ്റേഷൻ, ബട്ട് ഗിൽറ്റി ഐ ഹാവ് നോട്ട് യെറ്റ് സ്റ്റാർട്ടഡ് because I am a person who has so much in my, I have so many ideas, I want to do so many things. I am a daydreamer. ഞാൻ ഡേയിൽ ഡ്രീം ചെയ്യുന്ന ആളാണ്. സോ ഐ ഹാവ് സോ മെനി തിങ്സ് ഗോയിങ് ഓൺ ഇൻ മൈ മൈൻഡ്. സോ ബട്ട് ഐ ഫീൽ ലൈക്ക് ടു മെയിൻറ്റെയിൻ mental health I need a ritual, I need discipline in my life, and ചിലപ്പം ചില ലൈഫിൻ്റെ ഫേസസിൽ ഞാൻ ഡിസിപ്ലിൻ ആവും, പിന്നെ പോവും, പിന്നെ പോവും. So it's a very varied thing, to be honest, but one thing that I really want to do is I want to start meditating. No, especially നിങ്ങൾ വീട്ടിലിരിക്കുമ്പോഴോ അല്ലെങ്കിൽ ഒരു ഫ്രണ്ട്സിൻ്റെ കൂടെ ഒരു കാഫേയിൽ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോഴല്ലോ നിങ്ങളുടെ മൈൻഡ് ശരിയാവേണ്ടത്. ബിക്കോസ് ദ ഇൻഡസ്ട്രി ഇസ് വെരി ഡിമാൻഡിങ്. It's very മലയാളം ഇൻഡസ്ട്രി ആണെങ്കിലും തെലുഗു, തമിഴ്, കന്നഡ, I go through many breakdowns, like it's unbelievable sometimes. Yeah, also നിങ്ങൾ ഇൻസ്റ്റഗ്രാമെന്ന് പോലും ഞാൻ തോന്നുന്നു അക്കൗണ്ട് കുറച്ച് നാളത്തേക്ക് സസ്പെൻഡ് ചെയ്ത് വെച്ചിട്ടോ? ഇല്ല, അല്ല കുറച്ച് നാളെ നിങ്ങൾ മാറി നിന്നിരുന്നു? കാരണം I am very, like, how do I say, when times are tough you don't feel like posting. അതൊരു നല്ല കാര്യമില്ല, because as an actor and a content creator your audiences are always waiting for your updates and just to be in touch with you and all, but sometimes നമ്മൾ എല്ലാവരും humans ആണ്, and there are certain phases of my life that I am very off. ആ സമയത്ത് I don't want to be on Instagram, so I'm like very varied poster on Insta, but I think that അതൊരു വളരെ ഹ്യൂമൻ ട്രേറ്റ് ആണ്. എല്ലാവർക്കും അങ്ങനെ
phases undavum, and sometimes I go through weird phases during the day only. Like sometimes when the work is good, it's good. Sometimes, you know, you're almost getting a project but you will not get a project. Sometimes, you know, there's so many things. Then, you know, little fights with my mom and dad sometimes, and, you know, miscommunication and things like that. It's normal, it's human. You have to take your time, you have to build that strength and energy. But I feel like there are certain practices that you need to incorporate in life, and I feel for me especially, I need to start meditating like now. I need to literally start meditating now. We can do one small meditation. Yeah. I think food is my medicine. Yeah, food, yes. Yes, I'm serious. Food actually helps my mood a lot. Yeah, right? Yeah, Shit. very much. Like your favorite food, eat, chill. That too some very cheesy or Cheesy, or I Ooey, love, you know, ooey. I love meetha. I'm a dessert Yeah? person. Like I love. ഏതാ ഫേവറേറ്റ് ഡെസേർട്ട് ഇഷ്ടമുള്ള? ഇതൊരു വളരെ ഡിഫിക്കൽട്ട് ചോദ്യമാണ്. വാട്ട് ഈസ് യുവർ ഫേവറേറ്റ് ഫുഡ് ആൻഡ് വാട്ട്സ് യുവർ ഫേവറേറ്റ് ഡെസേർട്ട്? ബിക്കോസ് ഹൗ കെൻ യു ചൂസ് ബിറ്റ്വീൻ സോ മെനി ഫേവറേറ്റ്സ്? I like everything. American, Italian. I love tiramisu. When it comes to Baskin Robbins, Madagascar is my favorite. I love pink berry. I like kaju katli, motichur laddu. Then yeah, I like son papadi. Basque cheesecake. Oh, New York cheesecake. With Trelleches. some chocolate on top. I'm a chocolate person. You put chocolate anywhere, I'll eat it. Yeah, I'm full chocolate person. It's unbelievable. My mom is like, sometimes choose something different. I'm like, I can't. It's my first love, chocolate. I think we have done so much. We have enjoyed so much. Yes. ഇൻട്രോ ഞാൻ തോന്നുന്നു വീണ്ടും ഞാൻ 4-5 തവണ റീടേക്ക് ചെയ്യുന്നുണ്ട്. ഞാൻ ഈ ഡ്രസ്സ് മാറ്റി വെച്ചിട്ട് വീണ്ടും ഞാൻ റീടേക്ക് ചെയ്യാൻ കുഴപ്പമില്ല. നിങ്ങളുടെ സമയം ഞാൻ കളയുന്നില്ല. ബട്ട് നേരത്തെ പറഞ്ഞ പോലെ തന്നെ എനിക്ക് ഒരു കാര്യം കഴിഞ്ഞിട്ട് നിങ്ങളുടെ പാട്ട് വേണം. നിങ്ങൾ വേണമെങ്കിൽ പാട്ടിൽ ലിറിക്സ് ഒക്കെ നിങ്ങൾ ചിന്തിച്ച് വെച്ചോളൂ, എനിക്ക് കുഴപ്പമില്ല. ബട്ട് ഇപ്പം എനിക്ക് അറിയേണ്ടതെന്ന് വെച്ചാൽ ലോട്ട്സ് ഓഫ് യുവർ ഫോളോവേഴ്സ്, ഇപ്പം ചിലപ്പോൾ ഈ വീഡിയോ കാണുന്ന ആൾക്കാരിൽ തന്നെ എന്തുകൊണ്ടാണ് സൊറവറയിൽ ദീപ്തി സത്യ വന്നതെന്നുള്ളൊരു ചോദ്യം നമ്മളോട് ചോദിക്കുമ്പോൾ ഒബ്വിയസ്ലി ഈ ഒരു വീഡിയോ കാണുമ്പോഴാണ് നിങ്ങൾ എങ്ങനെയാണ് ഇവിടം വരെ എത്തിയെന്നുള്ള കാര്യം അറിയാൻ പോകുന്നത്. നിങ്ങളെപ്പോലെ തന്നെ ദേ വോണ്ട് ടു സ്റ്റെപ്പ് ഇൻ ടു ആക്ടിങ് ഓർ മോഡലിംഗ് ആൻഡ് ഓൾ ദീസ് തിങ്സ്. ബ്ലാക്ക് ബെൽറ്റും കിട്ടാൻ ചിലപ്പോൾ ആഗ്രഹമുണ്ടാവും. നോ സീരിയസ്, അവരോട് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? അങ്ങനെ അഡ്വൈസ് ഒന്നുമില്ല, പക്ഷേ ഒരു കാര്യം ഞാൻ എപ്പോഴും പറയും. ഇഫ് എനിബഡി കംസ് ആൻഡ് ആസ്ക്സ് മീ ദാറ്റ് വാട്ട് ഈസ് ദ വേ ടു ബി എ കോണ്ടന്റ് ക്രിയേറ്റർ, ഓർ വാട്ട് ഈസ് ദ വേ ടു ബി ആൻ ആക്ടർ ഓർ എ സിംഗർ ഓർ എ ഡാൻസർ, സോ ദർ ഈസ് ഓൺലി 3 points ടു ഇറ്റ്. നമ്പർ 1, എല്ലാവരുടെ ജേർണി ഡിഫറെൻ്റ് ആണ്. ഒരു സെറ്റ് പാത്വേ ഇല്ല. നിങ്ങൾക്ക് നിങ്ങളുടെ പാത്വേ figure out ചെയ്യണം. You have to spend that much time, you have to give patience, you have to put in all your hard work. പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ വരി കിട്ടും. It is not difficult, but it is a tedious process. It's not my bad, it's not impossible, but it definitely is a tedious process. I will not say that വളരെ ഈസിയാണ്, അങ്ങനെയാണ്, അങ്ങനെ ഒന്നുമില്ല. ഒരുപാട് നിങ്ങൾക്ക് effort you have to put, hard work cheyanam, you have to maintain relationships, you have to maintain your peace of mind and go ahead in whatever content creation anengil, dancing anengil, endinglam anengil. And third thing is always practice your craft. No matter what, practice is something that, whether it's learning an instrument, acting, dancing, content creation, editing, videography, you have to practice. Keep practicing to become better. വെരി ഗുഡ്, വെരി 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 ഗുഡ് പോയിന്റ്. ഇനി പാട്ടിലേക്ക് കിടക്കാം. അയ്യോ മലയാളം പാട്ട്, മലയാളം പാട്ട്. എനിക്ക് എല്ലാവർക്കും അറിയാം, അങ്ങനെ എനിക്ക് കുറേ മലയാളം പാട്ടുകൾ അറിയാം. ബട്ട് വൺ പാട്ട് ദാറ്റ് ഐ ലൈക്ക് ടു സിംഗ് ഇസ് തട്ടിത്തിൽ മരത്തിൻ്റെ മുത്തുച്ചിപ്പി. സോ അത് ഞാൻ റെഡി. I think everybody has heard me sing this song, but sorry guys. മുത്തുച്ചിപ്പി പോലൊരു കത്തിനുള്ളിൽ വന്നൊരു കിന്നാരം, കിന്നരച്ചു പാടുവനുള്ളിൽ നിന്നൊരു ശ്രീരാഗം. മുത്തുച്ചിപ്പി പോലൊരു കത്തിനുള്ളിൽ വന്നൊരു കിന്നാരം, കിന്നരച്ചു പാടുവനുള്ളിൽ നിന്നൊരു 'ശ്രീരാഗം'.
വന്ന് കുളിയുറൽ പുലരയിൽ പാരി പാരി എന്നും എൻ്റെ കനവുകളിൽ വരുവായി നീ ആയിഷ വരുവായി നീ ആയിഷ. വാവ്. അഗൈൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മലയാളം പഠിച്ച് വന്ന് അതും നമ്മളെക്കാളും നല്ല രീതിയിൽ പുള്ളിക്കാരി സംസാരിക്കുകയും ചെയ്യുന്നു, അതേപോലെ തന്നെ പാടുകയും ചെയ്യുന്നു. ഇനി എന്താണ് വേണ്ടത്? ഇനി ലാസ്റ്റ് നമ്മുടെ സ്വീപ്പ് റൗണ്ടിലേക്ക്. അപ്പോൾ നമ്മുടെ സ്വീപ്പ് റൗണ്ടിലേക്ക് നമ്മളിത് കടന്നിരിക്കുന്നു. ഇവരാണെങ്കിൽ ഈ ചോദ്യം 28 എപ്പിസോഡിലും ഇട്ടതാണ്. എനിക്കെന്നെ ചോദിക്കാൻ മടിയാണ്, പക്ഷെ എന്ത് ചെയ്യാൻ അവൻ ഇതിടും. അപ്പോൾ ഞാൻ നിങ്ങളോട് പറയാണ്, സൊറപറ നിരന്തരമായി കാണുന്ന ആൾക്കാരാണെങ്കിൽ ഈ ചോദ്യങ്ങൾ ഞാനല്ല, ഞങ്ങളുടെ പ്രൊഡക്ഷൻ അനലിസ്റ്റ് ബിഹൈൻഡ് ദ സീൻ മിസ്റ്റർ സജൽ. മമ്മൂട്ടി ഓർ മോഹൻലാൽ? അയ്യോ, ഇതൊരു I should have expected this. ഇതൊരു ചോദ്യമാണോ? അത് ഞാൻ എപ്പോഴും ഇവരോട് പറയുന്നത്, പക്ഷെ എന്തിനാണ് നിങ്ങൾ പെട്ടുപോയി പറയുന്നത്? ഐ തിങ്ക് ലോകത്തിൽ ഈ ക്വസ്റ്റ്യനിന്റെ ഒരു ആൻസറേ ഇല്ല. ഇറ്റ് ഈസ് ലൈക്ക് ചൂസിങ് സൺ ഓർ മൂൺ. നമ്മൾ എങ്ങനെ ചൂസ് ചെയ്യും? നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റില്ല. നല്ലൊരു പോയിന്റ് അല്ലേ, സൺ ഓർ മൂൺ? പറ്റില്ല. യു കാന്റ് ഹാവ് സൺ, യു കാന്റ് ഹാവ് മൂൺ വിതൗട്ട് സൺ. ഓക്കെ, ഒരു കാര്യം ചെയ്യും, മമ്മൂക്ക ഏതാണ്, സണ്ണാണോ മൂണാണോ? മോഹൻലാൽ അത് പറഞ്ഞു. അത് പറഞ്ഞു. മമ്മൂക്കന്റെ ബർത്ത് ഡേറ്റ് എപ്പോഴാണ്? ഡേറ്റ് സെപ്റ്റംബർ 7th. ഒരു മൂൺ സൈൻ ഇല്ല. ലാലേട്ടൻ ഈസ് ഇപ്പോൾ ഇറ്റ് ജസ്റ്റ് വെന്റ് May 21st. ഒരു ദിവസം വൈകും. ലാലേട്ടൻ എനിക്കറിയാം കേട്ടോ, സർവറിൽ വരണേ. May 20th? No, I am August 21st. യാ, അതിലും ചന്ദ്രനില്ല. ഇപ്പൊ രണ്ടുപേരും സൂര്യനാണ്. നിങ്ങൾ ഒരു കോസ്റ്റാറിന്റെ കൂടെ, നിങ്ങൾ ഓൾറെഡി അഭിനയിച്ച ഒരാളുടെ കൂടെ ഇപ്പോഴും വർക്ക് ചെയ്യാൻ താല്പര്യമുള്ള ആളാണ്. DS and പൃഥ്വിരാജ്. ഓ, രാജനായിട്ട് ക്ലോസ് ആണോ? പ്ലീസ്, അങ്ങനെ എനിക്ക് ചോദിക്കാൻ പറ്റില്ല. രാജനോട് ചോദിക്കാൻ പറ്റില്ല? ശരി, ഉള്ള പോലെ പറ, എനിക്ക് ലിസ്റ്റ് ആക്കണം. 7 ആയി, 7 ആളായി മെമ്പേഴ്സ്. ചോദിക്കാം. Now the next question, acting or dancing? They both എന്നുള്ള ഉത്തരം കൊണ്ടുവരുന്നത്. സോറി പ്രാഗൊക്കെ അവനെ ചെയ്താൽ മതി. ഡാൻസ് ആക്ടിങ്, മൂവ്മെന്റ് ആക്ടിങ്. എന്നാ ഡാൻസിങ് തന്നെ പറഞ്ഞാൽ പോരെ, ആക്ടിങ്ങിന്റെ ഇങ്ങുണ്ടല്ലോ അതിൻ്റെ അകത്ത്. ആക്ടിങ് ചൂസ് ചെയ്യാം. ആക്ടിങ്. ഓക്കെ, ഇഫ് നോട്ട് ആക്ടർ, what would DS be today? ദുൽഖർ സൽമാൻ അല്ല, ദീപ്തി സാത്തി. I think I would be an astronaut. Because I love space. നിങ്ങളുടെ ഏറ്റവും വലിയ ക്രിട്ടിക് ആരാണ്? നിങ്ങളുടെ ഫാമിലി ഓഫ് ഫ്രണ്ട്സിൽ ആരാണ്? Mom. അമ്മേ, വെരി ഗുഡ് ജോബ്. You are the reason. Makeup free day or full glam? Makeup free. Yeah? Yes. Best on-set food you ever had? I love Tattakada and Chaya. So what they make production alkar Adichi. Yes. Adu enikku so Chaya and production food le Paramburi. ചായയും പഴംപൊരിയും. Best combination. നല്ല അടിച്ച ചായയും പഴംപൊരി. ഡ്രീം ഡയറക്ടർ ടു വർക്ക് വിത്ത്? മലയാളത്തിൽ എവിടെയാണെങ്കിലും ഡ്രീം ഡയറക്ടർ. അങ്ങനെ കുറേ ഡയറക്ടേഴ്സ് ഉണ്ട്. സഞ്ജയ് ലീല ബൻസാലി, ഇംതിയാസ് അലി. വെരി ഗുഡ്. വൺ തിങ് യു ഓൾവേസ് ക്യാരി ഇൻ യുവർ ബാഗ്? ലിപ് ബാം. വൺ റോൾ യു വിഷ് യു ഹാഡ് ഡൺ? പണ്ട് മണിച്ചിത്രതാലത്തിൽ ശോഭന മാംസ് റോൾ. ആൻഡ് ഐ തിങ്ക് ഓഫ് ലേറ്റ് ഐ റിയലി ലൈക്ക് ലോക. സോ ഐ തിങ്ക് കല്യാണിസ് റോൾ. Your go-to dialogue when someone asks for on-the-spot performance എന്താണ്? On-the-spot performance? ഇപ്പോൾ on the spot ഒരു പെർഫോം ചെയ്യുന്ന എന്തായിരിക്കും നിങ്ങളൊരു ഡയലോഗ്? ശരി, ഈ മുഖം ഓർക്കണം, നീന എൻ്റെ പേര്. നിങ്ങൾ 7 പേരുടെ പേരെന്ന് പറഞ്ഞു. 7 ആൾക്കാർ സൊറബറയിൽ വരാൻ പോകുന്ന നമ്മുടെ 7 ഗസ്റ്റിന്റെ 6 കൂടിയാണ് നിങ്ങൾ റോഡ് ട്രിപ്പ് പോകാൻ. I'll take all of them. 7 വലിയ 7-seater വണ്ടി. ഗ്രൂപ്പ് ആയിട്ട് പോവാം. Gang. Who is the most stylish actor now in നമ്മുടെ Malayalam? മലയാളത്തിൽ? Yes. I think DS അല്ലേ? DS ആണോ? DS മലയാളത്തിൽ ചെയ്യുന്നുണ്ട് എന്തെങ്കിലും ഇപ്പം? I think no, DS is very stylish അല്ലേ? Even Prithviraj is very suave. Oh yeah. He's also very suave.
ടഫാണ്. Lalitan style is also damn nice. Yeah? Mundan. Oh. Very, classic but nice. നിങ്ങൾ ഒരു ഫണ്ണിയസ്റ്റ് എൻകൗണ്ടർ വിത്ത് എ ഫാൻ? ഐ ഡോണ്ട് നോ, എനിക്ക് എപ്പോഴും തോന്നുന്നത് എൻ്റെ എല്ലാം എൻകൗണ്ടേഴ്സ് ഫണിയാണ്. ബിക്കോസ് ഐ തിങ്ക് ദ ഫണ്ണിയസ്റ്റ് വുഡ് ബി നീനാൻ്റെ ശേഷം ഐ വാസ് ജസ്റ്റ് ഗെറ്റിംഗ് യൂസ് ടു recognition എല്ലാം ഫാൻ. എനിക്ക് there were about 20 girls or 25 girls അത് എനിക്ക് അറിയാം that have DM'd me saying that they cut their hair in Neena look. Yeah, like minimum 25 I know. ബാക്കി എനിക്കറിയില്ല, എനിക്ക് ടൈം കിട്ടിയില്ല അവിടുന്ന് ചെക്ക് ചെയ്യാൻ. But that's so cool. That is so cool. I find that so inspiring and ഇൻട്രസ്റ്റിംഗ്. പക്ഷേ ഫണി എൻകൗണ്ടർ ഉണ്ടായിരുന്നു. ഒരു ദിവസം ഞാൻ ലുലു മോളിൽ പോയി ആൻഡ് നീനൻ്റെ ശേഷം ഐ തിങ്ക് എൻ്റെ മുടി ഓൾമോസ്റ്റ് അങ്ങനെ ഇത്ര വരെ ആയി ആ സമയത്ത്. സോ ഒരു ചേച്ചി ഉണ്ടായിരുന്നു ആ സമയത്ത് ആൻഡ് ഷീ വാസ് വിത്ത് ഹർ ഫാമിലി ആൻഡ് കിഡ് ആൻഡ് ഓൾ ആൻഡ് ദെൻ ഷീ കെയിം ടു മീ ആൻഡ് ഷീ ഈസ് ലൈക്ക്, ഓ മൈ ഗോഡ് നീന അല്ലേ. ലൈക്ക് ഐ തിങ്ക് എൻ്റെ ഫസ്റ്റ് 2-3 years എനിക്ക് ആർക്ക് എൻ്റെ പ്രോപ്പറായിട്ട് പേര് ദീപ്തി സതി അറിയില്ലായിരുന്നു. They all used to call me Neena. I was called Neena only. ഇപ്പോൾ ഓൾസോ ഐ തിങ്ക് ജസ്റ്റ് 3 days ago ചേച്ചി എനിക്ക് പറഞ്ഞു, ഷീസ് ലൈക്ക് മോള് ഒത്തിരി നല്ല ചെയ്തിട്ടുണ്ട്, മോളിൻ്റെ ഫസ്റ്റ് മൂവി ആണ് നമുക്ക് പറയാൻ പറ്റില്ല, പക്ഷെ മോള് അങ്ങനെ കുടിക്കാൻ പളിക്കാൻ അങ്ങനെ അങ്ങനെ ചെയ്തില്ല. ഹൗ ഡു യു സേ ഇൻ മലയാളം? She came and she told me that don't drink and all. അങ്ങനെ ചെയ്യാൻ പാടില്ല, നല്ല കാര്യമില്ല. So I said ഇല്ല ചേച്ചി, ഞാൻ അങ്ങനെ ആക്ട് മാത്രം ചെയ്തിട്ടുണ്ട്, അത് ആക്ച്വലി വെല്ലമായിരുന്നു. So that was a very funny experience. അടുത്തൊരു ചോദ്യം ഉണ്ട്, ഇതിന്റെ ഉത്തരം എനിക്കറിയാം, എന്നാൽ എവനെ വേണ്ടി ഞാൻ ചോദിക്കാം. കൊച്ചി ഓർ മുംബൈ? See, for the record, I suck at this and that. I am a person who loves so many things that എനിക്ക് mountains വേണം, beach വേണം. I want mountain with a beach. Why not? ഇവിടെ ഉണ്ട് യുഎയിൽ. അതെ എനിക്കറിയാം, പോണം. Okay, fine. If I had to choose, I will choose Mumbai. I knew the answer. Yes, I know. Mumbai is Mumbai. അല്ലെങ്കിൽ I wanted to chill in Kochi. 3 words to describe Neena aka Deepti Sati. I think hardworking, persistent, foodie, second. Okay. And third is funny. I think I'm funny. So I like to be described like that. നിങ്ങൾ വിചാരിക്കുന്നോ ഫണ്ണി ആണോ? ആണ്. Do comment. Entertaining. Yeah, entertaining. Yes. Okay. Entertaining, I agree. Do you love to travel? I absolutely am crazy about travel. I love traveling. I love it. Where do you want to travel next? Oh my god. I want to travel to Europe. എനിക്ക് ഒരു backpacking trip ചെയ്യണം. യൂറോപ്പ് സോളോ ചെയ്യണം. ബട്ട് മൈ മദർ വിൽ നെവർ ലെറ്റ് മീ ഡു ദിസ്. ഞാൻ ഇതുവരെ സോളോ ട്രാവൽ ചെയ്തിട്ടില്ല, പക്ഷേ എനിക്ക് എല്ലാവരും പറയും സോളോ ട്രാവൽ ചെയ്യണം. സോ ഐ തിങ്ക് ഞാനൊരു ഇൻ ഇന്ത്യ ഞാനൊരു സോളോ ട്രാവൽ ചെയ്യും. ദെൻ പ്രോബബ്ലി ഐ ഡു എ ബാക്ക് പാക്കിംഗ് ട്രിപ്പ്. ബട്ട് മൈ നെക്സ്റ്റ് ഐ റിയലി വാണ്ട് ടു ഗോ ടു യൂറോപ്പ്. ഐ വാണ്ട് ടു സീ ഐസ്ലൻഡ്. ലണ്ടൻ ഞാൻ പോയിട്ടുണ്ട്, ഐ റിയലി ലൈക്ക് ഇറ്റ്. ബട്ട് സ്കോട്ട്ലാൻഡ് ആൻഡ് ഓൾ ആ ഭാഗത്തിൽ ഞാൻ ഇതുവരെ പോയിട്ടില്ല. സോ ഐ റിയലി വാണ്ട് ടു ഗോ ദെയർ. I think the world is so amazing, right? Like there's so many different things to see. So I am somebody who wants to complete tick mark everything. I want to go to Georgia also. എനിക്ക് ജോർജിയ പോകണം. അടുത്ത് ഞാൻ പോവാം. ഇന്ന് രാത്രി പോക്കോ? പ്ലീസ് നമ്മളെ നീനയ്ക്ക് ഒന്ന് ജോർജിയ പോകണം. I want to go to Baku also. അതെല്ലാം അടുത്താണല്ലോ. അത് നമ്മുടെ സെൻട്രൽ ഏഷ്യ അടിപൊളി, സൂപ്പർ അടിപൊളിയാണ്. ഫുഡ് ഇസ് കബാബ്സ് ആർ ടു ഗുഡ്. ഐ നോ. ഐ ഓൾസോ വാണ്ട് ടു ഗോ ടു ബാലി ആൻഡ് വിയറ്റ്നാം. ബാലി പോയിക്കോ, കുഴപ്പമില്ല. Last but not the least, thank you for coming to this show. Thank you so Perfume Mix Sorobara. Few words about Sorobara. I think ഞാൻ ഇവിടെ വന്നു because it had so much to do with food and fun and laughter, but I feel like I got double than that. So I'm very happy to be in Sorapura and I hope that I can get those 7 people here. but discuss. ഞാൻ വീണ്ടും പറയുന്നത്, but behind the scenes നമ്മൾ കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യണം. Yes, ഞാൻ കാലും കൈയൊന്നും പിടിക്കാൻ പോകുന്നൊന്നുമില്ല ആരും. Okay. Mind it. Sorobara is one of the most happening, prestigious, elite flowers in the show they don't beg. Happening in Dubai, the city of dreams.
പശയൊക്കെ കൊണ്ടുവരണം പ്ലീസ്, മറക്കരുത്. Okay, no cap. താങ്ക് യു ഗൈസ്, ഇറ്റ് വാസ് ആൻ ഓണർ. Thank you. അടിപൊളി എപ്പിസോഡായിരുന്നു. താങ്ക് യു സോ മച്ച്. Thank you guys. Thank you for having me.